പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തുകൊണ്ട് പറയാ, അഭിഷേകത്തോടെ വചനം സ്വീകരിക്കുക. പറഞ്ഞേ, നമ്മുടെ വചനം കേൾക്കുമ്പോൾ ജഡത്തിൽ കേൾക്കരുത്. ജഡിക മനുഷ്യനിൽ വചനം വന്ന് വീഴരുത്. വചനം വീഴുന്നത് ഒരുക്കപ്പെട്ട ആത്മാവിലാണ്, ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിലാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ഒരുക്കമുള്ളവരായിരിക്കണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എങ്കിലേ ആ വചനം നമ്മിൽ ജീവനാകത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ജീവനായ വചനമേ നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ അകത്ത് ഫലമാകാത്ത, നിങ്ങളുടെ ഉള്ളിനെ ചലിപ്പിക്കാത്ത വചനം നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കരുത്. ഇത് കർത്താവിലുള്ള മക്കൾക്കുള്ള ദൂതാണ്. നിങ്ങളുടെ അകത്ത് ജീവനാകാത്തത് പറയരുത്. നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോയി പഠിപ്പിക്കരുത്. പറയാൻ വേണ്ടി നിങ്ങളുടെ അകത്ത് ജീവനാകുകയും നിങ്ങൾ അതിനെ കീഴ്പ്പെടുകയും നിങ്ങളിൽ അത് ഒരു അഭിഷേകമായി ശക്തിയായി പരിണമിക്കുകയും ചെയ്യുമ്പോൾ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ആ വചനമാണ് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം ബൈബിളിനകത്ത് കടന്ന് തലയ്ക്ക് വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പിശാച് വരും, നിങ്ങളെ പിടിക്കും. അത് നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ആത്മാവിലേക്ക് ആ വചനം ജീവനായിട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുന്ന ആ ജീവന്റെ വചനം അതാണ് മറ്റു വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ എനിക്ക് നൽകിയ വചനത്തിലേക്ക് നമ്മളൊന്ന് കയറി ഒന്ന് തൊടുക. എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോകുന്നിടത്തോളം പോകും, ബാക്കി അടുത്ത് പിന്നെ പിടിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മള് കൂടുതലും സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുക. യോസയിൽ നിന്നും അത്യാവശ്യം വായിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ വചനം ഗൂഗിൾ മീറ്റിലായിരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ദൈവത്തിന്റെ വചനം നിങ്ങൾ ഭവനത്തിൽ ചെന്ന ശേഷം വീണ്ടും വീണ്ടും അതിലൂടെ സഞ്ചരിക്കുക. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്ന ദാഹം എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജീവിക്കണമെന്നുള്ളതാ. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിക്കണമെന്നുള്ളതാ. ഹല്ലേലൂയ. ഓരോ ആഴ്ചകളിലും നമുക്കെല്ലാ ബുധനാഴ്ചകളിലും 10:45 1 മണിക്കൂറോളം പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഫ്രീ ഉള്ളവരെല്ലാം ആ ദിവസങ്ങളിൽ അതിലേക്ക് കയറുക. ഇന്നലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ദിവസം ഞാൻ ലീവ് എടുക്കാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആഴ്ചയിൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ആ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കാൻ പോവുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറഞ്ഞത്? അവർക്ക് ഒരു ദിവസം എനിക്ക് തോന്നുന്ന 10,000-ലേറെ വരുമാനം അവർക്കുണ്ട് ഒരു ദിവസം. 10,000-ഒന്നുമല്ല, 10,000-20,000-അടുത്ത് വരുമാനമുള്ള ആളാ ഒരു ദിവസം. ആ ദിവസം അത് കളഞ്ഞ് ഞാൻ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്, അയ്യോ ഞായറാഴ്ച എനിക്ക് 700 രൂപ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്, 3000 കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് 1-ാം സ്ഥാനം പ്രാർത്ഥനയാണ്, അതിനുശേഷമാണ് ബാക്കിയെല്ലാം. വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് 1-ാം സ്ഥാനം കർത്താവിന്റെ കാര്യത്തിലാ. അത് കഴിഞ്ഞേ ഉള്ളൂ കച്ചവടം, അത് കഴിഞ്ഞേ ഉള്ളൂ ബിസിനസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ എല്ലാം. ഹല്ലേലൂയ. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ വചനഭാഗം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്യുക. അവരെ വിളിച്ചിട്ട് അവരോട് പറയാ, ലിങ്ക് ഇടുന്നു, മുഴുവൻ സമയം കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ആവശ്യപ്പെടുക. എന്നിട്ട് വീണ്ടും ഗൂഗിൾ മീറ്റിലേക്ക് കയറുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. മർക്കോസ് 16:3 സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. കല്ലറയുടെ വാതിൽക്കൽ നിന്നു നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അവര് യേശുവിനെ അടക്കം ചെയ്ത
ആ കല്ലറയുള്ള സ്ഥലത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പോവുക. വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പോവുക. അവിടെ പട്ടാളക്കാരുണ്ട്. നേരം പുലർന്നിട്ടില്ല, ഇരുട്ടാണ്. അത് അവർക്കൊരു വിഷയമല്ല. ചിലര് പറയുന്നത് ഇരുട്ടിയില്ലേ ഇനി എന്തിനാ? പ്രൈസ്. നേരം വെളുക്കാൻ തുടങ്ങുമ്പോ മര്യാദയ്ക്ക് ഉറങ്ങേണ്ട സമയമല്ലേ, പിന്നെ എന്തിനാ? ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്റേതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. രാവിലെ കെട്ടിയവന് കാപ്പി വെച്ചു കൊടുക്കണം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് സുഖമായിട്ട് കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങാനുള്ളതാണ്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതൊന്നും നോക്കാതെ അവര് ഇരുട്ടത്ത് പോവുക. ഇരുട്ടത്ത് പട്ടാളക്കാരുടെ കരങ്ങളിൽ ഒരു സ്ത്രീ അകപ്പെട്ടാൽ അവളുടെ ജീവിതം പോക്ക. പക്ഷെ ഇവര് ഭയപ്പെടാതെ പോവുക. കാരണം കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം എന്തിനേക്കാളും വലുതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനോടുള്ള സ്നേഹം ഭയപ്പെടുന്ന എല്ലാത്തിനെയും നമുക്ക് അതിജീവിക്കാൻ കൃപ ലഭിക്കും. ഹല്ലേലൂയ. ലോകത്തോടുള്ള നമ്മുടെ ജയമോ കർത്താവിനോടുള്ള സ്നേഹമാണ്, കർത്താവിനോടുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവര് പോകുമ്പോഴ് ഒരാൾക്കൊരു ഡൗട്ട്, നമ്മള് കർത്താവിന്റെ ശരീരത്തെ അഭിഷേകം ചെയ്യാനല്ലേ പോകുന്നത്? ഇതാരാണ് ആ കല്ല് പലരും കൂടി ഉരുട്ടി വെച്ചത്? ആരിത് തള്ളി മാറ്റും? ഇത് പറഞ്ഞുകൊണ്ടാണ് അവര് പോകുന്നത്. മർക്കോസിന്റെ 16:1 വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലനക്കാരത്തി മറിയവും യാക്കോബിന്റെ അമ്മ മറിയവും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന്, അവന്റെ ശരീരം അനോയിന്റ് ചെയ്യാൻ വേണ്ടി, അഭിഷേകം ചെയ്യാൻ വേണ്ടി സുഗന്ധവർഗം വാങ്ങി. അവർ സുഗന്ധവർഗവുമായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? കല്ലറയിലേക്ക് പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ യേശുവിനെ അനോയിന്റ് ചെയ്യാൻ വേണ്ടി അവർ കല്ലറയിലേക്ക് പോവുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. മർക്കോസ് 16:2 വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്നു നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ആര് കല്ലുരുട്ടി മാറ്റും എന്നവർ തമ്മിൽ പറഞ്ഞു. അപ്പൊ നമ്മുടെയും പലരുടെയും എങ്ങനെ അത് നടക്കും, എങ്ങനെ അത് ചെയ്യും, എങ്ങനെയാണ് മാറ്റം വരിക, എങ്ങനെയാണത് സംഭവിക്കുക? നമ്മുടെ ഉള്ളിലും പല ചോദ്യ. പക്ഷേ അവർ ചോദ്യം ചോദിച്ചെങ്കിലും അവർ പോകുന്നത് കർത്താവിന്റെ അടുക്കേക്കാ. അവർ കർത്താവിൽ തൽപരരായിട്ടാ പോകുന്നത്. കർത്താവിൽ തൽപരരായിട്ടുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ കാര്യത്തിലാണ് നിനക്ക് 1-ാം സ്ഥാനമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കപ്പെടും. അതാണ് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 1 മുതൽ, മാത്യു 28 അതിന്റെ 1 മുതലുള്ള തിരുവചനം. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 1 മുതൽ വായിക്കാം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലനക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പമുണ്ടായി. മനുഷ്യരാലല്ലാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലരും മനുഷ്യരാൽ സംഭവിക്കാൻ വേണ്ടിയാ നോക്കുന്നത്, അല്ലെ? മനുഷ്യർ അങ്ങനെയൊന്ന് ചെയ്തിരുന്നെങ്കിൽ, മനുഷ്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നെങ്കിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനുഷ്യർ ആ പ്രശ്നത്തിൽ ഒന്ന് ഇടപെട്ടെങ്കിൽ, അല്ലെ? നമ്മൾ പലരും മനുഷ്യരെയാ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ ഇടപെടൽ മനുഷ്യരാലല്ല, ദൈവത്തിൽ നിന്നാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 28-ന്റെ 1 മുതലാ വായിക്കുന്നത്. അടുത്ത്, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആരാ? കർത്താവിന്റെ ദൂതൻ. കർത്താവിനാൽ അയക്കപ്പെട്ട ഒരു ദൂതൻ എന്ത് ചെയ്തു? കല്ല് ഉരുട്ടി മാറ്റി. അത് എങ്ങനെ അത് നടക്കും? എങ്ങനെ അത് സംഭവിക്കും? എങ്ങനെ അത് ചെയ്യും? എങ്ങനെ അത്ഭുതം നടക്കും? നീ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നാ മതി. നീ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് എന്ത് ചെയ്യും? ഉരുട്ടി മാറ്റും. ദൂതനാ അത് ചെയ്യുന്നത്. നിങ്ങൾ ആരാ? കർത്താവിന്റെ
മക്കൾ, വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവർ. അപ്പൊ നിങ്ങൾ ഉന്നതത്തിലെ മക്കളായി, ദൈവത്തിന്റെ മക്കളായി, ദൈവ മക്കളാകാനുള്ള അധികാരം നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ഇനി ഉന്നതത്തിലുള്ളവന്റെ ഹിതപ്രകാരം പോകുവാനുള്ളവരാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളുടെ ജഡപ്രകാരം പോകാനുള്ളവനല്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോകാനുള്ളവരല്ല. നിങ്ങൾ കർത്താവിന്റെ മക്കളാണ്, അപ്പന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പൻ എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെയാ മക്കളും ചിന്തിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോ ഇല്ലെങ്കിൽ സപ്പർ കഴിക്കുമ്പോ പറയുന്നത് അതാണ് മക്കൾ ജീവനാകുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പന്റെ സ്വപ്നം എന്താണോ അതിലേക്കാണ് മക്കളും പ്രവേശിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ വീണ്ടും ജനിക്കപ്പെട്ടവർ അപ്പന്റെ ഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോ അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ലോകമല്ല ചെയ്യുന്നത്. ലോകത്തിന് അതുമായി ഒരു കാര്യവുമില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഇനി ആരല്ല? ലോകക്കാരല്ല, ലോകത്തിന്റെ ആൾക്കാരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പ്രവൃത്തികൾ വരുന്നത് ഉന്നതത്തിൽ നിന്നാണ്. ഉന്നതത്തിൽ നിന്നൊരു കൽപ്പന പുറപ്പെടും. ഹല്ലേലൂയ. അത് ആകാശത്തോട് കൽപ്പിക്കും, അത് ഭൂമിയോട് കൽപ്പിക്കും, ഭൂമി അടുത്തയാളോട് കൽപ്പിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ കാര്യം ദൈവം നോക്കണം. അയ്യോ എന്റെ കാര്യം ഇനി അവർ കെട്ടിയാനാ നോക്കണ്ടത്, ഇവരാ നോക്കണ്ടത്, അതൊക്കെ അങ്ങ് വിടുക. നീ ആരാന്നറിയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ കാര്യം മുഴുവൻ നോക്കുന്നത് ആരാന്നറിയുക. ഹല്ലേലൂയ. നിന്റെ തടസ്സങ്ങൾ നീക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ജഡ മനുഷ്യനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പറിച്ചെടുത്ത് നിങ്ങളെ സ്വർഗീയ മനുഷ്യരാക്കി തീർക്കാൻ പോവുക. ഹല്ലേലൂയ. സ്വർഗീയരാക്കാൻ പോവുക. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് തരാൻ പോവുക. ലോകക്കാര് ചിന്തിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ലോകക്കാര് പറയുന്നത് പോലെ അല്ല ദൈവമക്കൾ പറയുന്നത്. ലോകക്കാര് പ്രവർത്തിക്കുന്നത് പോലെയല്ല, ലോകക്കാര് സ്വപ്നം കാണുന്നത് പോലെയല്ല. ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. എന്നിട്ടോ അതിന്റെ മേൽ കയറി കാലുമേ കാലും വെച്ചാരിയിരുന്നു ദൂതൻ. നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ആര് കയറി ഇരിക്കുക? ദൂതൻ ഇരിക്കുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യാൻ ദൂതന്മാർക്ക് വലിയ ആഗ്രഹമുണ്ട്. ചിലതൊക്കെ പ്രവർത്തിക്കാൻ ദൂതന്മാർക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ദൂതനൊന്നും ചെയ്യണ്ട, നമ്മളായിട്ടൊക്കെ ചെയ്തോളാം. അവനെ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോ കിട്ടിക്കോളും. ഇവരോട് പറഞ്ഞാൽ കിട്ടിക്കോളും. ഹല്ലേലൂയ പറഞ്ഞു. അവസാനം 2-3 പേരെ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് പറയും കേട്ടവൻ ദുഷ്ടൻ. എന്നാലും അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ. ഒരുവൻ കൃപയിൽ നിന്ന് അല്ലെ വീണ് അതിൻ്റെ അകത്ത് വീണ് ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൂതന്മാർ ഇടപെടുവോ? നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവോ? ദൂതന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഒരു ഹല്ലേലൂയ ഇങ്ങടെ പറഞ്ഞ്. ഒരു ഹല്ലേലൂയ ഇങ്ങടെ പറഞ്ഞ്. എന്താ ദൂതന്മാരുടെ ഡ്യൂട്ടി? ദൂതരുടെ ഡ്യൂട്ടി എന്താ? നിങ്ങൾ വചനത്തിൽ നിന്ന് ദൂതൻ എന്ത് ചെയ്യുന്ന പഠിച്ചിട്ടുള്ളേ? ഞാൻ ഈ ദൂതന്മാരുടെ കാര്യം ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് തന്നത് കേട്ടോ. ഹല്ലേലൂയ. കുറച്ച് കാര്യം കിട്ടിയത് ഞാൻ വേഗം ഒന്ന് എടുത്തു. എന്താണ്? സേവാത്മാക്കളാണ് അല്ലെ? ഹെബ്രായർ 1:14. ഹെബ്രായർ 1:14. ദൂതരെ കുറിച്ച് പറയുമ്പോ വീണ്ടും ജനിക്കപ്പെട്ടവർക്കെല്ലാം ദൂതന്മാരുണ്ട് കേട്ടോ. കാവൽ ദൂതന്മാർ ഇപ്പൊ ഇവിടെ ഗെറ്റ് റെഡിയാ. അവിടെ നിങ്ങൾ മുറുക്കെ പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇനി ചിലത് ചെയ്യാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ കേട്ടോണ്ടിരിക്കുന്നവർ, യേശുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ
നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. ദൂതന്മാർ എന്ന വചനം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങുന്നില്ല, ടച്ച് ചെയ്തു പോവുക. ഒരു ദിവസം ഞാൻ ദൂതന്മാരെ കുറിച്ച്, ഒരു ദിവസമല്ല പല ദിവസങ്ങളായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. പക്ഷേ ദൂതന്മാർ അപ്പൊ ഒന്നിലധികമാണ്. അപ്പൊ രണ്ടേറ്റവും ചുരുങ്ങിയതുണ്ട്. ഇനി വലിയ ദൈവപ്രവൃത്തികൾ ചെയ്യാനുള്ളവർക്ക് അതിൽ കൂടുതലും ഉണ്ടാകും. കൂടെ എപ്പോഴും അവരുണ്ടാകും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം ആരുണ്ടാവും? കൂടെ ദൂതന്മാരുണ്ടാകും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ചില പ്രത്യേക പ്രവൃത്തികൾ ചെയ്യേണ്ട സമയത്ത് ഏറെ ദൂതന്മാർ ഇറങ്ങി വരും. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ആലച്ചേരിയിൽ ഒരു സ്നേഹഭവൻ, ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ഒരു കേന്ദ്രം ആരംഭിച്ചു. ഞങ്ങളെ ഒരു 4-5 പേരുണ്ട്. അതിന്റെ അന്നത്തെ ട്രഷറി ഖജാൻജി ഞാനായിരുന്നു. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ട്. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് സ്റ്റീഫനെ തെരഞ്ഞെടുത്തത്. കാരണം സ്റ്റീഫന്റെ ഉള്ളിൽ വന്ന ഒരു ഐഡിയ ആയിരുന്നു. സജി എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, ഒരു അബ്രഹാം ഉണ്ടായിരുന്നു, എന്റെ മറ്റൊരു ബ്രദർ എന്റെ സാബു ഫിലിപ്പ് എന്നറിയപ്പെടുന്നുണ്ട്. ഞങ്ങള് 5 പേര് കൂടിയാണ് അത് ആരംഭിച്ചത്. അത് തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിക്കാനായി ഒരു സ്ഥലത്തേക്ക് ഒരു 2 മാസം ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കാനായി പോയി. അവിടെ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കൊണ്ട് ഈ സ്നേഹഭവനത്തിലേക്ക് ചില ആൾക്കാർ വരുന്നു. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ പോകുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ആത്മാവിൽ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു, ധിൻമേഘ എന്നൊരു വാക്ക്. ഒരു അന്യഭാഷയിൽ ഒരു വാക്ക് എന്റെ വായിലൂടെ പുറപ്പെട്ടപ്പോൾ ഞാൻ കാണുന്നത് ആ സ്നേഹഭവന്റെ ആ വശത്ത് അവർ ആ വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് ഒരു അനുഭവം വിട്ടിട്ട് അതിന്റെ തരംഗം ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾക്ക് ഭാവന കാണാൻ പറ്റുമല്ലോ. അതുപോലെ വന്ന് അവരുടെ മേൽ അടിക്കുന്നതും അവരെല്ലാം പുറകോട്ട് പോകുന്നതുമായ ഒരു കാഴ്ച കണ്ടു. തൊട്ടടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മലയുടെ അടിവാരത്ത് നിന്ന് താഴെ ഇറങ്ങി. ആ ദിവസങ്ങളിൽ ഞാൻ അവിടുന്ന് പോയപ്പോൾ എന്റെ ബ്രദർ സജീനെ അവിടെ ആക്കിയിട്ടാ പോയത്. ഞാൻ അവിടെ ആയിരുന്നു, അവിടെ ഫുൾ ടൈം. ഞാൻ സജിയെ വിളിച്ചു ചോദിച്ചപ്പോ സജി പറഞ്ഞു, ഞാൻ പറഞ്ഞ സമയത്ത് ഇന്നലെ കുറച്ചുപേർ അവിടെ വന്നിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ. പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവരെല്ലാം മടങ്ങിപ്പോയി. കൈയടിച്ച് കർത്താവേ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് ആ തരംഗം അടിക്കുന്നതിന്റെ മുമ്പില് ഞാൻ കണ്ടത് ഒരു ദൂതനെയാണ്. ദൂതന്റെ വായിന്ന് വന്ന ആ ശബ്ദം, അതാണ് ധിൻമേഘ. ആ വാക്കിന്റെ ശബ്ദത്താൽ അവരെല്ലാവരും പുറകോട്ട് പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ദൂതൻ വാ തുറന്ന് സംസാരിച്ചാൽ ഈ ലോകത്ത് അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ ദൂതന്മാർ സംസാരിച്ചു തുടങ്ങാൻ റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ റെഡിയാണ്. ഫെബ്രുവരി 1:14 വായിക്കാം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഒന്നുകൂടെ വായിച്ചേ. അവരൊക്കെയും, ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ. ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത് കേട്ടോ. രക്ഷ പ്രാപിക്കാൻ ഉള്ളവരുടെ. ആരുടെയാ? രക്ഷയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോ തന്നെ ദൂതനെ കിട്ടുക. ഒരുവൻ യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിക്കുമ്പോ തന്നെ അവരുടെ ആര് വന്നു? ദൂതന്മാര്. യേശുച്ചി ദൂതന്മാരോടൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറുണ്ടോ? യേശുച്ചിയുടെ ദൂതന്മാര് 2 പേര് ഇവിടെ പ്ലാസ്റ്റർ ഒട്ടിച്ച പോലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്നാണോ ഇനി ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ആ ഒരു തിരിച്ചറിവിലേക്ക് വരിക. ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന പ്രാപിക്കാനുള്ളവരുടെ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നവരെ എന്ത് ചെയ്യാൻ? അവരെ ശുശ്രൂഷിക്കാനുള്ള സേവകാത്മാക്കളല്ലോ. രക്ഷിക്കപ്പെടുന്നവരുടെ കാര്യം നോക്കാൻ വേണ്ടി സ്വർഗം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന സേവാത്മാക്കൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇനി ലോകക്കാരല്ല. എവിടത്തുകാരാ? സ്വർഗീയരാണ്. സ്വർഗത്തിലെ ആൾക്കാരാ നിങ്ങൾ. ഹലോ. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ലോകക്കാരെ പോലെയാ, ലൗകികനെ പോലെയാ, ജഡികനെ പോലെയാ. നോ, നിങ്ങൾ അങ്ങനെയല്ല. ഹലോ. അതാദ്യം ഉള്ളിൽ ഏറ്റെടുത്ത് നിങ്ങൾ ലോകക്കാരല്ല. എന്നിട്ട് ആ വലതുകരം ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞേ, ഞാൻ ലോകക്കാരനല്ല.
ലോകക്കാരനായിരുന്നെങ്കിൽ ലോകത്തുള്ള സെക്യൂരിറ്റി പോലെ ആ കറുത്ത ഗ്ലാസ് ഒക്കെ ഇട്ട് അല്ലെ, കരിമ്പൂലികള് അല്ലെ, മറ്റേ ബ്ലാക്ക് ക്യാറ്റ്സ് ഒക്കെ പോലെ. അതിന് പകരം നിനക്ക് ആര് തന്നിരിക്കുക? നീ സ്വർഗീയനായതുകൊണ്ട് ഇവിടത്തെ സംരക്ഷകരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൂതന്മാരെ തന്നിരിക്കുക. അപ്പോഴാണ് നമ്മൾ കരയുന്ന, അയ്യോ എന്നാലും നോക്കണ്ട, സാനിച്ചൻ അത് മേടിച്ചു തന്നില്ല, ചെയ്തില്ല. എടാ യവനെ വിട്, നിനക്ക് ഞാൻ നല്ല സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരെയല്ലേ ഇറക്കി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൂതന്മാരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവരുടെ കഴിവ്, ഇവരുടെ കപ്പാസിറ്റി, ഇവരുടെ വലിപ്പം, ഇവരുടെ രീതികളും ഇവരുടെ പ്രവൃത്തികളും നിങ്ങൾ അറിയുമ്പോൾ, അപ്പൊ നമ്മളെ സേവിക്കാനുള്ള സേവാത്മാക്കളാണ് ആര്? ദൂതന്മാർ. നമുക്ക് ജഡമുണ്ട്, നമ്മൾ ആത്മാവ് മാത്രമല്ല, നമുക്ക് ശരീരവും ഉണ്ട്. പക്ഷെ ദൂതന്മാരോ ആത്മാക്കളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സേവാത്മാക്കൾ, സേവിക്കുന്ന ആത്മാക്കൾ, ആത്മലോകത്തുള്ളവരെ സേവിക്കുന്നവരാണ് ദൂതന്മാർ. നിങ്ങൾ എന്തേ ദൂതന്മാരെ കാണാത്തെ? നിങ്ങൾ എന്തേ ദൂതന്മാരുടെ സ്വരം കേൾക്കാത്തെ? നിങ്ങൾ ദൂതന്മാരുടെ സ്പർശനം കിട്ടിയിട്ടുണ്ടോ? എന്നെ തൊട്ടിട്ടുണ്ട് പല പ്രാവശ്യം ദൂതൻ. ഞാൻ മയങ്ങിപ്പോയപ്പോ എന്നെ തട്ടിയേൽപ്പിച്ചിട്ടുണ്ട് ദൂതൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞ. അതെന്നാ കാര്യമെന്നറിയാമോ? ഏതൊക്കെയോ വേരുകൾ ലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രസൻസ് നമുക്ക് കിട്ടാത്തത്, അനുഭവിക്കാൻ പറ്റുന്നത്. അതങ്ങ് മുറിഞ്ഞു കഴിയുന്നതോടുകൂടെ ദൂതന്മാർ കൈകളിൽ താങ്ങിക്കൊള്ളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൂതന്മാർ കൈകളിൽ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. ഹെബ്രായർ 2:7 വായിച്ചേ. ഹെബ്രായർ 2:7. താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. അതെ, ഇങ്ങോട്ട് കൈയൊന്ന് നീട്ടി മേടിക്കണം കേട്ടോ. ഞെക്കരുത് അധികം. വായിച്ചോ. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. സത്യവേദ പുസ്തകം വായിച്ചേ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നമ്മളെ സൃഷ്ടിച്ച കാര്യ കേട്ടോ. ജഡത്തെ സൃഷ്ടിച്ച നമ്മുടെ കാര്യ. ആരേക്കാൾ അല്പം താഴ്ത്തി? ദൂതന്മാരെക്കാൾ. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിപ്പ അല്ലേ? ഹലോ, ഇവിടെ ഈ വാക്യത്തിൽ എന്തോ ഒരു പെശക് കിടപ്പുണ്ട്. നമ്മൾ ആരേക്കാൾ അല്പം താഴ്ത്തി? അപ്പൊ ശരിക്കും നമ്മുടെ പൊസിഷൻ ആരേക്കാളും താഴെയാ അല്ലെ? ഈ വചനത്തിൽ നിന്ന് അങ്ങനെയല്ലേ മനസ്സിലാകുന്നത്? ഒന്ന് ഉൽപ്പത്തി 1:26 വന്നേ. ഒരു പുതിയ വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആര്? ദൈവം. എങ്ങനെയാ? സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം. അവന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. ആരെ സൃഷ്ടിക്കാൻ? മനുഷ്യനെ. അവൻ സാനിച്ചനെ സൃഷ്ടിച്ചത് ആരുടെ സ്വരൂപത്തിലാ? ദൈവത്തിന്റെ. ദൈവത്തിന്റെ സ്വരൂപ, ദൈവത്തിന്റെ രൂപ. ദൈവത്തിന്റെ രൂപം ആത്മാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആത്മാവിനെ തന്നു, ദൈവത്തിന്റെ സാദൃശ്യം തന്നു, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ ശക്തി തന്നു, ദൈവത്തിന്റെ അധികാരം തന്നാ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൂതന്മാരെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആണോ ഉണ്ടാക്കിയത്? അല്ല. അല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ശരിക്കും ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 2:7 ഒന്ന് വായിച്ചിട്ട് സങ്കീർത്തനം 8 നമ്മൾ പോകും. ഹെബ്രായർ 2:7 ഒന്ന് വായിച്ചേ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ്സും നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ തേജസ്സും ബഹുമാനവും ബഹുമാനത്തിന്റെയും അവനെ അണിയിച്ചു. ഒരു ക്രൗൺ എന്നാണ്.
അണിയിച്ചു. ആരേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാ ഇവിടെ പറഞ്ഞേ. ഇത് പൗലോസ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയപ്പോ കൃത്യമായിട്ട് എഴുതിയത്. ഇത് എവിടുന്ന് എടുത്തിട്ടാ പൗലോസ് എഴുതിയെന്നറിയാമോ? സങ്കീർത്തനം 8 അത് എഴുതി. പക്ഷെ നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത POCക്കാര് കുറച്ചൊരു മാറ്റം വരുത്തി. 8:5 സങ്കീർത്തനം 8:5 എടുത്തേ. സങ്കീർത്തനം 8:5. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഒന്നുകൂടെ വായിച്ചേ. നീ അവനെ അത് POC കിട്ടില്ല കേട്ടോ. POC അവിടെയും മാറ്റി. നീ അവനെ ആരേക്കാൾ? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരെക്കാൾ താഴ്ത്തുവാണ് ചെയ്തത്. ദൈവത്തെക്കാൾ എത്ര താഴ്ത്തി? അല്പം. ഹലോ, ഇതാരുടെ കാര്യ പറഞ്ഞിരിക്കുന്നേ? നിന്റെ കാര്യ. നിന്നെ ദൈവം ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയാ സൃഷ്ടിച്ചത്, ദൂതരെക്കാളും അല്ല. ഒരു ഹാലലി പറഞ്ഞേ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പുമൊക്കെ ഒരു വികാരവും ഇല്ലാതെ. ദൈവം ആരാ? സർവശക്തൻ, സർവപ്രപഞ്ചം സൃഷ്ടിച്ചവൻ അല്ലെ? ആദ്യവും അന്ത്യവും ഇല്ലാത്തവൻ. നിനക്കും ഇല്ല ആദ്യവും അന്ത്യവും. ഹലോ, നിനക്കും ഇല്ല ആരംഭവും അവസാനവും. ദൈവം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച നിനക്കും സൃഷ്ടിക്കാൻ പറ്റും. നീ ആരാണെന്ന് തിരിച്ചറിയുക. ദൈവം കഴിഞ്ഞാൽ അടുത്ത ആളാ. ചിലരൊക്കെ പറയുന്നില്ലേ, ഓ അവന്റെ നടപ്പ് കണ്ടാൽ ദൈവം കഴിഞ്ഞ അടുത്ത ആളാന്ന് അവന്റെ വിചാരം. അതെ, ഒരു കാര്യമില്ലേ പറഞ്ഞ്? ദൈവം കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, അയ്യോ ഞാൻ ദാസനാണ്, ഞാൻ ദാസിയാണ്, ഞാൻ താഴ്ന്നനാണ്, ഞാൻ പൊടിയാണ്, ചാരമാണ്. എടാ, അത് ജഡത്തിലുള്ള മനുഷ്യന്റെ കാര്യമാ. ഇത് തിരിച്ചറിയാത്തവന്റെ കാര്യമാ. ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ലോകത്തെ വിട്ട് ജീവിക്കുന്നവൻ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി ദൈവത്തിന്റെ മകൻ, ദൈവം ദൈവത്തിന്റെ മകൻ, ദൈവം ദൈവത്തിന്റെ കുട്ടി, ആ കുട്ടിയെ കുട്ടി ദൈവം. ദൈവം ദൈവത്തിനേക്കാൾ അല്പം കൂടെ താത്തി സൃഷ്ടിച്ചിരിക്കുക ഒരു പാർട്ടിയെ. അതാരാ? ദൈവത്തിന്റെ ആരാ? മകനാ, മകളാ, ദൈവത്തിന്റെ കുട്ടിയാ. അപ്പൊ ആ കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? കുട്ടി ദൈവം. ചിലർ വിചാരിക്കുന്നത് അഹങ്കാരായി പോയല്ലേ, വലിയ പാപായി പോയി. നോ നോ നോ, അതാണ് യാഥാർത്ഥ്യം. അത് നീ അറിയുമ്പോൾ നിന്റെ നടപ്പ് മാറും. അത് നീ അറിയുമ്പോൾ നിന്റെ വാക്കുകൾ മാറും. അത് നീ അറിയുമ്പോൾ ദൈവം സംസാരിച്ച പോലെ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് ചിലരുടെയൊക്കെ ബുദ്ധിയിലൊക്കെ കയറി കിടക്കുന്നത് അതങ്ങ് ആത്മാവിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ ആരാണ്, ഞാൻ ആരാണ്. അപ്പോഴാണ് യേശു നടന്ന പോലെ നടക്കാൻ തുടങ്ങുക. അപ്പോഴാണ് യേശു പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് വലത് തന്നെ തടിക്കുമ്പോൾ ആ ജഡത്തിലുള്ള ഇവനറിയില്ല, ഇവൻ ആരെ അടിച്ചെന്നിരി. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോഴാണ് ചപ്പും ചവറും പോയി കുഴഞ്ഞ അതിനകത്ത് പോയി കൈയിടാതിരിക്കുക. അപ്പോഴാണ് നമ്മളെ വെടിപ്പാക്കി സൂക്ഷിക്കുക. കാരണം ദൈവത്തിന്റെ പരിശുദ്ധി എന്റെ മേലുണ്ട്. എന്നിലുള്ള ജീൻ ദൈവത്തിന്റെ ജീനാണ്. അല്ലേ? ദൈവത്തിന്റെ ബ്ലഡ് അല്ലേ നമ്മിൽ? ദൈവത്തിന്റെ ജീനല്ലേ നമ്മിൽ? ദൈവത്തിൻ്റെതല്ലേ നമ്മളിലൂടെ ഒഴുകേണ്ടത്? പിന്നെന്താ ഈ ലോകത്തിലെ ഒഴുകുന്നേ? ആവർത്തിച്ച് പറയുക എപ്പോഴും, ഞാൻ ദൈവത്തിൻ്റെതാണ്, സ്വർഗത്തിലുള്ളതാണ് എന്നിലൂടെ ഒഴുകുന്നത്, യേശുവിലുള്ളതാണ് എന്നിലൂടെ ഒഴുകുന്നത്. താഴ്ന്ന വാക്കുകൾ സംസാരിക്കരുത്.
ഉയരത്തിലുള്ളത് സംസാരിക്കുക. താഴുന്നതിനോട് കൂട്ടുകൂടി സമയം കളയരുത്. ഓ, ഉയരത്തിലുള്ളവരോട് കൂട്ടുകൂടുക. ഹല്ലേലൂയ. ദൂതന്മാരോട് കൂട്ടുകൂടുക. ഞാൻ നിനക്കൊരു ഹെൽപ്പറിനെ തരാം. സഹായി ആരാ? പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു തുടങ്ങുക. എടാ, എന്നാ ഈ ചപ്പും ചവറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയേണ്ടത്? കർത്താവിന്റെ കൂടെ ഇരിക്കുക. കർത്താവിനോട് പറയാൻ തുടങ്ങുക. അവന്റെ കൂടെ നടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആവശ്യമില്ലാത്ത കാര്യത്തൊന്നും പോകാതെ സ്വസ്ഥമായി വീട്ടിൽ കുത്തിയിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുക. ഹല്ലേലൂയ. ഒരു മിനിറ്റ് കിട്ടിയാൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുക. അപ്പൊ തന്നെ റോ റാ ഹാ തീ ഷാ ലാ ഹാ ഥാ നാ റാ പാ റോ ഗോ നീ ഹോ റോ ഷോ ലോ ഹോ ധോ നോ റോ ഗോ. ആത്മാവിനോട് പറഞ്ഞാ അറിയോ? ഇത് അന്ത്യകാലമാ. എല്ലാ ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ ഭക്ഷിക്കും. എല്ലാ ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ ഭക്ഷിക്കും. അയ്യോ, അപ്പൊ ആത്മാവിനെ കിട്ടുമോ? ആത്മാവിനെ കിട്ടും, എനിക്ക് കിട്ടിയില്ലല്ലോ. ആ ധാരണയെ കളയുക. നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ മേൽ ആത്മാവ് ഇറങ്ങണം. അത് ദൈവത്തിന്റെ ഹിതമാണ്. ഹല്ലേലൂയ. അതിനായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഈ ഭൂമിയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് സ്വർഗത്തെ വെളിപ്പെടുത്താനാണ്. നീ ലോകത്തിന്റെ പ്രതിനിധി അല്ല, നീ സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്, അംബാസിഡറാണ്. സ്വർഗത്തെ വെളിപ്പെടുത്തേണ്ടവനാ. വളരെ ഇങ്ങോട്ട് രണ്ടു പറയുമ്പോ നാലെണ്ണം അങ്ങോട്ട്. ഈ ഹല്ലേലൂയ പറഞ്ഞു. ഒരാള് വന്നിട്ട് പറയാ, അവനെ ശരിയല്ല കേട്ടോ, അത് കേട്ടോണ്ട് വെട്ടിക മനുഷ്യന്റെ സകല വ്യാപാരങ്ങളിൽ നിന്നും ദൈവമക്കളെ പറിച്ചെടുക്കുകയാണ്. ദുഷ്ടപിശാചേ, ബന്ധിച്ചിടാൻ നിനക്ക് അനുവാദമില്ല. വീണ്ടും ജനിക്കപ്പെട്ടവൻ ചപ്പ് ചവറ് നടക്കുന്ന പോലെ പോകാനുള്ളതല്ല. വീണ്ടും ജനിക്കപ്പെട്ടവൻ വ്യഭിചാരാസക്തിയിൽ പെട്ടുകിടക്കാനുള്ളവനല്ല. വീണ്ടും ജനിക്കപ്പെട്ടവൻ താഴ്ച ഭവിച്ചവനെ പോലെ ജീവിക്കാനുള്ളവനല്ല. ദൈവത്തിന്റെ പ്രകാശത്തെ വഹിക്കുന്നവരാണ് ദൈവമക്കൾ. അവന് ഇരുട്ടുമായി ഒരു ബന്ധവുമില്ല. ഈ അന്ത്യകാലത്ത് സഭകളെല്ലാം ഉണരാൻ പോവുകയാണ്. അകന്നു പോയവരെല്ലാം കൂടിച്ചേരാൻ പോവുകയാണ്. ഓരോ നാട്ടിലും ആൾക്കാർ പറയും, ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു, ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ചെണ്ണത്തിനെ ആ കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ കൃപ വന്നിരിക്കുന്നത്. അല്ലാതെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ജീവിക്കാനല്ല. ലോക മനുഷ്യനും ദൈവ മനുഷ്യനും രണ്ടും കൂടെ മിക്സ് ചെയ്യാനല്ല. കംപ്ലീറ്റ് ദൈവ മനുഷ്യൻ തന്നെയാകാനാണ്. അപ്പോഴാണ് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ദിവസം നമ്മൾ കേട്ട പോലെ നീന്തു പഠിക്കാൻ ആഗ്രഹിക്കും. നീന്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് കാലെങ്കിലും ഒന്ന് നനയണ്ടേ, വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണ്ടേ. പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നീ വെള്ളത്തിലേക്ക് ഇറങ്ങണം, നീന്താൻ തുടങ്ങണം. നീന്താൻ തുടങ്ങുമ്പോ പ്രാർത്ഥനയുടെ അഭിഷേകം നിനക്ക് കിട്ടും. എന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ. സങ്കീർത്തനം 8:5 ഒരിക്കൽ കൂടി. സങ്കീർത്തനം 8:5. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ലിറ്റിൽ ലോവർ ദാൻ ഗോഡ്. അല്പം മാത്രം താഴ്ത്തി. ഹലോ, അപ്പൊ നീ നിന്നിലുള്ള ദൈവീകതയൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറി. നിന്റെ ജീവിതം മാറി. നീ ടോട്ടൽ മാറി. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ. ഹെബ്രായർ 2:6 വായിച്ചേ. ഹെബ്രായർ 2:6. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്, അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്.
ഇത് എവിടുന്ന് എടുത്തതാ? സങ്കീർത്തനം 8:4 എടുത്തതാ. സങ്കീർത്തനം 8:4. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സങ്കീർത്തനത്തിൽ കിടന്ന ആ ഭാഗം എടുത്തിട്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ എടുത്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത ചിലവന്മാര് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ ഒരു അനുഭവേ ഇല്ല. അപ്പൊ കുറച്ചും കൂടെ താഴ്ത്തി ദൂതന്മാരെക്കാൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഹെബ്രായർ 1:5. ഹെബ്രായർ 1:5. ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും ദൂതന്മാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രനാണ്, മകനാണ്, മകളാണെന്ന് ഏതെങ്കിലും ദൂതനോട് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അടുത്ത്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്നും ഞാൻ അവന് പിതാവും ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് ഏതെങ്കിലും ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിനക്ക് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? ദൈവം ഏതെങ്കിലും ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ? 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 പക്ഷെ നിങ്ങളോടോ? ആ 2 കൊരിന്ത്യർ 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും ഇതാരോടാ പറഞ്ഞിരിക്കുന്നത്? എന്ന് സർവശക്തനായ കർത്താവ് ദൂതന്മാരോട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോടാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ദൂതന്മാർ സേവിക്കുന്നവരാണ്, സേവാത്മാക്കളാണ്, സേവകന്മാരാണ്, ദൈവത്തിന്റെ സേനയാണവർ. ഹല്ലേലൂയ. പക്ഷെ നമ്മളോ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ ഡ്യൂട്ടി ദൈവത്തിന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുക, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യർ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും തിരിച്ചറിയണ്ടേ? രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മകൻ അവനാണോ പ്രാധാന്യം കൂടുതൽ, അവിടെയുള്ള ദൂതനാണോ? രാജകുമാരനല്ലേ? അതുകൊണ്ടാണ് കുറച്ചുപേര് ദൈവത്തോട് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയത്. ലൂസിഫറും അവന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും 1/3 ഭാഗം ദൈവത്തോട് മറുതലിച്ചു പോയതിന്റെ കാരണം ദൈവം അടുത്ത ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോകുന്നു. അവര് നമ്മളിലും ഉപരിയായി ദൈവം കണക്കാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവര് മറുതലിച്ച് ദൈവത്തിന്റെ സൃഷ്ടിക്കെതിരെ തിരിഞ്ഞത്. അതുകൊണ്ട് അവൻ നിങ്ങളെ താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടപിശാചികൾ വീണുപോയ ദൂതന്മാർ നിങ്ങളോട് അരിശം കൊണ്ടുവന്നിരിക്കുന്നത്. അതെനിക്ക് പറഞ്ഞിട്ടില്ലേ? അവർ അരിശം പൂണ്ട് ദൈവമക്കളെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, പരീക്ഷയിൽ വീഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഈഗോ വർക്കൗട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആ ഈഗോയാ നമ്മൾ ചില സമയത്ത് എടുക്കുന്നത്. അവരിലുണ്ടായിരുന്ന അസൂയില്ലേ, അസൂയ നമ്മൾ ഇടയ്ക്കിങ്ങോട്ട് കടമെടുക്കുന്നത്. അവൻ ഇഞ്ചക്ട് ചെയ്ത് തരിക, നീ അസൂയയിൽ നിറയും. അവന്റെ സ്വഭാവത്താൽ അല്ല നമ്മൾ നയിക്കപ്പെടേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചവന്റെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം അവന്റെ സ്വഭാവം. പോരാ ഒന്ന് കൈയടിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നെ സൃഷ്ടിച്ചതിന് സ്തോത്രം. ഹെബ്രായർ 1:13. ഹെബ്രായർ 1:13. നിന്റെ ശത്രുക്കളെ
ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ദൂതനോടും പറഞ്ഞിട്ടില്ല. എന്റെ വലതുഭാഗത്തിരിക്കുക എന്നൊരു ദൂതനോടും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കാൻ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ യേശുവാണ്. ഹല്ലേലൂയ. അല്ലേ? ഏതെങ്കിലും ദൂതനോട് വലതുഭാഗത്തിരുന്നോളാൻ പറഞ്ഞോ? കടൻ കുന്തം പിടിച്ച് നിൽക്കുക. ഇരിക്കാൻ പറഞ്ഞത്, വിശ്രമിക്കാൻ പറഞ്ഞത് പുത്രനോടാണ്, പുത്രന്മാരോടാണ്. ഹല്ലേലൂയ. യേശു അവിടെ ഇരുന്നു, നാമും അവിടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴത്തെ ആത്മമനുഷ്യൻ ഓൾറെഡി ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൂതന് ഈഗോ അടിച്ചതിന് വല്ല പ്രശ്നമുണ്ടോ? എന്നാ പറ്റ പരിപാടിയാ ദൈവമേ നീ കാണിക്കുന്നത്? ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല, ഞാനല്ലേ അവിടെ ഇരിക്കേണ്ടത്? ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2-3 വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു ഇരിക്കുന്നു എങ്കിൽ, ഹലോ, ആരോടൊപ്പം ഉയർത്തെഴുന്നേക്കണം? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇനി ഉയർത്തെഴുന്നേറ്റവന്റെ മേൽ ഈ ലോകത്തിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മേൽ എന്തെങ്കിലും സ്വാധീനം ലോകത്തുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പൊസിഷനാണ് ആരോടൊപ്പം ഉയർക്കുന്നു? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു കഴിഞ്ഞാൽ ലോകത്തിന് നിങ്ങളുമായി ഒരു കാര്യവുമില്ല. ഹലോ, അപ്പൊ ദൈവം വചനം അയച്ച് നിങ്ങളെ യേശുവിനോടൊപ്പം എന്ത് ചെയ്യിക്കുക? ഉയർപ്പിക്കുകയാണ്. അപ്പൊ ഉയർക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മരണം സംഭവിക്കണം. ഉയർക്കുന്നതിന് മുമ്പ് മരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്റെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു. എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നുവല്ലോ. ഇത് അഡ്ജസ്റ്റ്മെന്റ് ക്രിസ്ത്യാനികളാണ്. ഏതാ? ശിക്കപ്പെടുവൊന്നും വേണ്ട. പിന്നെ കർത്താവെ എന്നൊക്കെ വിളിച്ച ഒരു സമാധാനം, കർത്താവെ എന്നൊക്കെ വിളിച്ച ഒരു ക്രിസ്ത്യാനി എന്നൊരു ലേബൽ അല്ലെ, മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടെ ഒരു കേമൻ കേമി. ക്രൂശിക്കപ്പെടുവൊന്നും വേണ്ട. എടാ, മരിക്കാതെ ഉയർക്കുവോ? മരിക്കാതെ ഉയർക്കുവോ? എടാ, ഉയർത്തവനെ അല്ലേ ഇരുത്തുക. യേശു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് എന്തിനാ? യേശുവിനെ പോലെ ജീവിച്ച്, യേശുവിൽ മരിച്ച്, യേശുവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നിന്നെ തന്നോടൊപ്പം ഇരുത്താനാണ്. ഒന്ന് കൈയടിച്ച് ഓ മരിപ്പിക്കണമേ, എന്നിലുള്ള പഴയ മനുഷ്യൻ മരിക്കട്ടെ. ജീസസ് നെയിം. ഓ ഗോ ദി നാ റാ ഗാ ബാ ദി ഷാല ദേ ഗോ നോ ഗോ റോ ഹോ ദി ഷാല. രാഗമോഹങ്ങളെ മരിപ്പിപ്പീൻ. ഞങ്ങളുടെ ശരീരത്തിൽ വാഴുന്ന, മനസ്സിൽ വാഴുന്ന ജഡമോഹങ്ങൾ, രാഗമോഹങ്ങൾ മരിക്കട്ടെ. ആരോ നല്ല ബാക്ക് പെയിൻ ഉള്ള ആരോടോ കർത്താവ് പറയുന്നുണ്ട് മരിപ്പിക്കാൻ. മരിപ്പിക്കുക. പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ നിന്റെ പഴയ മനുഷ്യനെ മരിപ്പിക്കുക. ലോക മനുഷ്യനെ മരിപ്പിക്കുക. ഈ പഴയ ഗീത ഇല്ല. ഗീത എന്ന് വിളിക്കുമ്പോ പഴയ ഗീത മരിച്ചു.
ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. റാ റാ ലാ റാ ബാ ബാ ഷാ ലാ റാ ഗാ ദാ നാ റാ ബാ റാ ഛാ. ഓ കരങ്ങളെ അടിച്ച് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചിലര് മരിച്ചിട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുക. മരിച്ചിട്ട് അവിടെ പോവാൻ എടാ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പൊ ഇരുന്നോ, ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരുന്നോ, ഇപ്പൊ ഇരുന്നോണം. മരിച്ചിട്ട് പോകാനല്ല ഇരിക്കേണ്ടത്, ഇപ്പൊ ഇരുന്നോണം യേശുവിനോടൊപ്പം. സൈഡിലാണെങ്കിൽ സൈഡില്, മടിയിലാണെങ്കിൽ മടിയില്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനോടൊപ്പം ഇരിപ്പാൻ. വായിച്ചേ കൊളോസ്യോസ് 3:1 ഒരിക്കൽ കൂടി വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. യേശുവിനോട് കൂടെ, യേശുവിനോടൊപ്പമാണ് ഉയർപ്പ് നടക്കുക. ഈ ലോകത്തിലെ ചപ്പും ചവറുകളിൽ നിന്നെല്ലാം ഉയർപ്പ് അങ്ങനെയാ ലഭിക്കുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അടുത്ത ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, ഇത് വിട്ടു. എല്ലാരും കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് വിട്ടു. ലോകത്തിലുള്ളത് വിട്ടു. എന്നോട് പറഞ്ഞേ ലോകത്തിലുള്ളത് വിട്ടു. നിങ്ങൾ ഇതല്ല ഇനി അന്വേഷിക്കേണ്ടത്. അയ്യോ ഇവിടെ ഭയങ്കര എന്നാ സെർച്ച. ഗൂഗിളിൽ കയറി നെറ്റില്ല, മുകളിൽ കയറി മരത്തെ കയറിയിട്ട് സെർച്ചിങ്. ദൈവരാജ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇപ്പൊ വായിച്ചു, ലാസ്റ്റ് ഒന്നുകൂടെ വായിച്ചേ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ. നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ഉയരത്തിലുള്ളത്. ഇവിടത്തെ കാര്യമല്ല ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ചിന്ത ഏതാ? ഉയരത്തിലുള്ളത്. 2 കസ്റ്റമേഴ്സും കൂടെ വന്നിരുന്നെങ്കിൽ എന്റെ കെട്ടുവേനെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, അതായത് എന്റെ നടുവേദനയൊന്ന് പോയിരുന്നെങ്കിൽ. ചിന്ത മുഴുവൻ അതാ. ഇത് ഏത് തൈലം പൂശിയാ മാറും? പ്രൈസ് ലോർഡ്. ഏത് ഡോക്ടറെ കണ്ട് എവിടുന്ന് സ്കാനിങ് ചെയ്യും? അയ്യോ ഒരു ചെറിയ കുരു വരുന്നുണ്ട്, ക്യാൻസറാന്ന് തോന്നുന്നു, പിള്ളേർക്കൊരു ശ്രദ്ധയില്ലല്ലോ. പ്രൈസ് ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വഴിക്കട പോയ ക്യാൻസറിനെ വീട്ടിൽ കയറ്റുന്ന ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉന്നതത്തിലുള്ള ചിന്തിക്ക്, സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്ക്, ദൈവത്തിന്റെ വചനവുമായി അങ്ങോട്ട് ഇഴചേര്, പ്രാർത്ഥനയിൽ അങ്ങ് ആഴപ്പെട്. സ്വർഗത്തിൽ ദൈവദൂതന്മാർ എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലേ, അവൾക്ക് കിട്ടിയ ഒരു വെളിപ്പാട്. അവൾ മരിച്ചു, ദൈവസന്നിധി ചെന്ന് കണ്ട കാര്യം. ദൂതന്മാർ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരാധിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവൾ നോക്കിയപ്പോൾ അവളുടെ വസ്ത്രം ഇട്ടിരുന്ന വസ്ത്രമല്ല, വെള്ള വസ്ത്രം. അവളുടെ സഹോദരൻ ആക്സിഡന്റിൽ മരിച്ചു, അവനോട് എത്തി. രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്ത് ആക്സിഡന്റ് ആയതാ. അവന്റെ ശരീരത്തോടെ ലോറി കയറി ഇറങ്ങി. അവൻ അപ്പം തന്നെ മരിച്ചു. ഇവള് ഹോസ്പിറ്റലിൽ വെച്ച് ജീവശവമായി. പൾസൊന്നും എടുക്കുന്നില്ല, ശരീരം പ്രതികരിക്കുന്നില്ല. ഒരു പ്രത്യേകതരം സൂചി കൊണ്ട് മുകളിൽ മുതൽ താഴെ വരെ അവർ കുത്തി നോക്കുന്നുണ്ട്. ചലിപ്പിക്കാൻ പറ്റിയ ആ സൂചി വെച്ച് കുത്തുമ്പോൾ ചലിക്കും, പക്ഷെ അവൾ ചലിക്കുന്നില്ല. അവളുടെ ജീവൻ പോയി, നഷ്ടപ്പെട്ടു. ആ സമയത്ത് ശുശ്രൂഷകൻ വന്ന് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം കരഞ്ഞുകൊണ്ട് കാലെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അവളോടൊപ്പം മരിച്ച അവനെ അവിടെ കണ്ടു. അപ്പോൾ അവൾക്ക് മനസ്സിലായത് താൻ എത്തിയിരിക്കുന്ന സ്ഥലം വേറെയാ, ഭൂമിയിലല്ല. അവളും വെള്ളവസ്ത്രം ധരിച്ചു, അവനും വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവൾ ഒരു കാഴ്ച കണ്ടു. അവിടെ
മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. ഹല്ലേലൂയ. ആ പെൺകുട്ടി പറയാണ്, ആ വെള്ളവസ്ത്രം ഞങ്ങൾ ഇട്ടതുപോലെ അല്ല, അതിന്റെ മഹിമ പറഞ്ഞറിയിക്കാൻ വയ്യ. അവനെ കണ്ടാൽ ആ രൂപം, ഇവിടെ കാണുന്ന ചിത്രവും ഫോട്ടോയും പോലെയൊന്നും അല്ല കേട്ടോ. ഈ ഹല്ലേലൂയ പറഞ്ഞേ, അവന്റെ തേജസ് കണ്ടാ മുഖം തിരിക്കാൻ പറ്റത്തില്ല. അത് സ്വർഗം നിറഞ്ഞപ്പോ കർത്താവോട് സംസാരിച്ചിട്ട് പറഞ്ഞു, പോയിക്കൊള്ളാൻ പറഞ്ഞു ഭൂമിയിലേക്ക്. അവള് പറഞ്ഞു, എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, സ്വർഗത്തിൽ പോയ ഒരുത്തം പിന്നെ ഭൂമിയിലേക്ക് വരും. എനിക്ക് പോണ്ട. പറഞ്ഞു, പോയിക്കോ, ഒരുത്തന്നെ വിളിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതാ വിളി? അവക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഡോക്ടേഴ്സ് എന്നാ പറഞ്ഞെന്നറിയോ? കൊണ്ടുവന്ന് നോക്കി ടെസ്റ്റ് ചെയ്തപ്പോ പ്രതീക്ഷയ്ക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ തലച്ചോറ് മുഴുവൻ മിക്സിയിൽ ആപ്പിളിട്ട് അടിച്ച് കലങ്ങി പോലെ കലങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഇവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. വിധി എഴുതിയതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മടങ്ങി പോന്നോളാൻ പറഞ്ഞു. കർത്താവോട് പറഞ്ഞു, കണ്ണങ്ങ് തുറന്നോളാൻ പറഞ്ഞു. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കാണുന്നവര് പെട്ടെന്ന് ചലനമില്ലാതെ, അത്രയും നേരം നേഴ്സുമാരും ഡോക്ടർമാരെല്ലാം ശ്രമിച്ചു, അത് ഇട്ടേച്ചു പോയതാ. ചലനമില്ലാതിരുന്ന അവളുടെ 2 കാലും മുകളിലോട്ട് ഉയർന്നു. അതിനുശേഷം അവളുടെ അരക്കെട്ട് മുകളിലോട്ട് ഉയർന്നു. മൂന്നാമത് കടന്നുകൊണ്ടിരുന്ന അവള് കൈവച്ച് പ്രാർത്ഥിച്ചു. കടന്നുകൊണ്ടിരുന്ന അവള് അരയ്ക്ക് മുകളിലോട്ട് തലയടക്കം ഉയർത്തെഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോഴവള് ശ്വാസം വിടുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അവൾ മരിച്ചവളായിരുന്നു, അവൾ ജീവിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ചില മൂഢന്മാരൊക്കെ പറയാറില്ലേ, മരിച്ചിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് പറയട്ടെ, നോക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലാസർ മരിച്ചവനായിരുന്നു, അവൻ തിരിച്ചു വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസ് ലുദിയയിലെ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലും മരിച്ചവർ എഴുന്നേറ്റ് തുടങ്ങി. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്. തമിഴ്നാട്ടിൽ 5-6 നേരത്തെ എഴുന്നേറ്റു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. മറ്റ് വിദേശ യൂറോപ്യൻ കൺട്രികളിൽ ഒരാളെ തന്നെ അറിയാം, 140 മുകളിൽ ആൾക്കാരെ ഉയർപ്പിച്ച ഒരുവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അതൊന്നുമല്ല വലുത്. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർപ്പിക്കപ്പെട്ട് പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനോടൊപ്പം ഇരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2:7, എഫേസ്യർ 2:7, എഫേസ്യർ 2:7, എഫെസോസ് 2:7 വായിക്കാം. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ. ആരോടൊപ്പം നിങ്ങൾക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്നത്? ക്രിസ്തു യേശു. യേശുവിനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം. ക്രിസ്തുവിനെ അറിയണ്ടേ? ക്രിസ്തുവിന്റെ കൂടെ നടക്കണ്ടേ? ക്രിസ്തുവിനോട് ചേരണ്ടേ? ക്രിസ്തുവുമായി പ്രാർത്ഥിക്കണ്ടേ? ക്രിസ്തുവിനോട് ചേരാനുള്ള ജലസ്നാനം ഏൽക്കണ്ടേ? ഹല്ലേലൂയ. ചിലര് പറയുന്ന പണ്ടത്തതും അതീന. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതാ? 19-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 19 ചില വിശ്വാസികളെ കണ്ടു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ആത്മാവിനെ കിട്ടാത്തവനോട് ചോദ്യം, നിന്റെ സ്നാനം ഏതായിരുന്നു? ഇപ്പൊ പറയാ യോഹന്നാന്റെ സ്നാനം. യോഹന്നാന്റെ സ്നാനം ഏതാ? മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ സ്നാനം. പാപമോചനത്തിന്റെ സ്നാനം. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു പോരാ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. സ്നാനമേറ്റു കഴിഞ്ഞ് ഉയർപ്പിക്കപ്പെട്ടവൻ അവരുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിച്ച് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ എപ്പ അവസരം കിട്ടുന്നോ സ്നാനപ്പെട്ടോണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എഫേസ്യർ 2:7 ഒരിക്കൽ കൂടി. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനി ക്രിസ്തു യേശുവിലാണ് നമുക്ക് ജീവിതം. അവനോട് കൂടെയാണ് നമ്മുടെ നടത്തം. അവനിലാണ് നമ്മുടെ ജീവിതം. ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. യേശുവിനോടൊപ്പം നടന്നാലല്ലേ ഉയർപ്പിന്റെ അനുഭവം ഉണ്ടാവൂ. അവനോട് ചേർന്നിരുന്നാലല്ലേ ഉയർപ്പിക്കപ്പെടൂ. ഉയർക്കുന്നതിന് മുമ്പേ എന്റെ പഴയ മനുഷ്യൻ അവനോട് ചേർന്ന് തറയ്ക്കപ്പെടണ്ടേ? ജഡമനുഷ്യൻ. ഇതെങ്ങനെ സാധ്യമാകും? നീ വിശ്വസിക്കുമ്പോൾ തന്നെ ഇത് സാധ്യമാകും.
എന്റെ പഴയ മനുഷ്യൻ ക്രൂശിതനായിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുമ്പോ ഇനി പഴയ പോലെ എനിക്ക് പെരുമാറാൻ വയ്യ, ഇനി പഴയ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇനി പഴയ പോലെ എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഇനി പഴയ പോലെ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനി എനിക്ക് പഴയ പോലെ അത് കാണാൻ പറ്റത്തില്ല, ഇനി എനിക്ക് പഴയതുപോലെ തിയേറ്ററിനകത്തിരിക്കാൻ പറ്റില്ല. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനോടൊപ്പം അവൻ യാത്രയാകാൻ തുടങ്ങി. യേശുവിനോടൊപ്പം അവൻ ഉയർപ്പിക്കപ്പെട്ടു. യേശുവിനോടൊപ്പം പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ഏതെങ്കിലും ദൂതനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൂതനോട് നിനക്ക് ഞാൻ പ്രൊട്ടക്ഷൻ തരാം, നീ പോകുന്ന വഴിക്കുന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഹെബ്രായർ 2:16, ഹെബ്രായർ 2:16, ഹെബ്രായർ 2:16. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദേവദൂതന്മാരെയല്ല, അബ്രാഹത്തിന്റെ സന്തതിയെയാണ്. സ്വജനങ്ങളുടെ പാപങ്ങൾക്ക് വായിച്ചേ. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാത്തിന്റെ സന്തതിയെ സംരക്ഷണം. മറന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും സത്യവേദ പുസ്തകം സ്വന്തമാക്കിക്കോണം കേട്ടോ. മീനിങ് ആയിട്ട് അങ്ങനെ തന്നെ കിട്ടണം നമുക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. തീരെ കിട്ടാത്ത സ്ഥലത്താണ് നിങ്ങളെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരും. ഹല്ലേലൂയ പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, ദൂതന്മാരെ സംരക്ഷിക്കാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ. അബ്രഹാമിന്റെ സന്തതിയെ. ഏതാ അബ്രഹാമിന്റെ സന്തതി? ആരാ? യേശു. യേശുവിൽ വിശ്വസിക്കുന്ന ആരാ? നമ്മളെ ദൂതന്മാരെ സംരക്ഷിക്കാന്നല്ല പറഞ്ഞത്. മിസ്റ്റർ ദൂതൻ റഫേൽ, എന്നെ ഞാൻ സംരക്ഷിച്ചോളാം നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, കർത്താവിലായിരിക്കുന്ന ദൈവമക്കളെ സംരക്ഷിക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിനുവേണ്ടിയാ റഫായലിനെ അങ്ങോട്ട് അയക്കുന്നത്, ഗബ്രിയേലിനെ അങ്ങോട്ട് അയക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അറിഞ്ഞോണം, സ്വർഗത്തിൽ കോടാനുകോടി ദൂതന്മാരുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം കൽപ്പന പുറപ്പെടുവിച്ച് പ്രത്യേക ദൂതന്മാരെ നിനക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ആ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം എപ്പോഴും ദർശിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ചെറുവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുകയും അവരുടെ ദൂതന്മാർ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ എണ്ണത്തിനെതിരെ നിങ്ങളുടെ നാവിൽ ശബ്ദമെടുക്കരുത്. ദൂതന്മാരുള്ള ഒരാൾക്ക് നേരെ തിരിഞ്ഞേക്കരുത്. ദൂതന്മാരെ കിട്ടിയവരെ, കാരണം അവരുടെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിപ്പോർട്ട് അവിടെ കൊടുത്തോണ്ടിരിക്കുക. ഇവൻ എഴുന്നേറ്റ്, ഇവൻ ആ ജഡമോഹത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പൊ തന്നെ ദൈവം ആ കൃപ അവൻ അങ്ങോട്ട് വെളിപ്പെട്ടോട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ ശക്തി അങ്ങ് വെളിപ്പെട്ടു തുടങ്ങട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞാൽ മീശ പഠിച്ചവനെ തൊട്ടുപോകരുതെന്നല്ല, മുകൾ മുതൽ താഴെ വരെ വെള്ള ഡ്രസ് ഇട്ടവനെ തുടരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കയ്യിൽ വടി പിടിച്ചവന്റെ തലയിൽ തൊപ്പി ഇട്ടവനെ തുടരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടിയ, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ നടക്കുന്ന, ഹല്ലേലൂയ, ദൈവദൂതന്മാരുടെ സംരക്ഷണയിലായിരിക്കുന്നവരെ തുടരുന്ന പറഞ്ഞതിന്റെ അർത്ഥം. വ്യാജാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ കാര്യം അല്ല പറഞ്ഞിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ ദൂതന്മാർ റെഡിയാണ്, എന്നാൽ നമ്മുടെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. ഹലോ 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 ഹലോ. പുറമേ നിങ്ങളുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ദൂതന്മാർ റെഡിയാണ്, പക്ഷെ നിങ്ങളുടെ അകത്ത് ചിലത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. ദൂതൻ കല്ലുരുട്ടി മാറ്റിയപ്പോൾ അകത്ത് യേശുവിനെ ഉയർപ്പിച്ച ശക്തി. ഹല്ലേലൂയ. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ്. ഹല്ലേലൂയ. അകത്ത് ഉയർപ്പ് നടക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം നിന്നെ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. നിന്നെ ഉയർപ്പിക്കാൻ ആത്മാവ് വന്നിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:11 സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. റോമ 8:11.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹലോ, യേശുവിലായിരിക്കുന്ന ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ആത്മാവിൽ നിറയണം, അത് കഴിഞ്ഞേ ബാക്കി ചെയ്യാവുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്നറിയാമോ? അതല്ലെങ്കിൽ ജഡത്തിലായിരിക്കും നമ്മുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. വചനം പറയുന്ന യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അപ്പൊ യേശു കല്ലറയുടെ വാതിൽ ആര് ഉരുട്ടി മാറ്റി? ദൂതൻ അതുമേ കയറിയിരുന്നു. പുറമേയുള്ള കാര്യം ആര് കൈകാര്യം ചെയ്തു? അകത്തുള്ള കാര്യമോ? ആത്മാവ് കൈകാര്യം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ആത്മാവ് ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പാറക്കകത്തു നിന്ന് വെള്ളം ഒഴുക്കിയവനാണ് നമ്മുടെ ദൈവം. വീണ്ടും ജനിക്കപ്പെട്ട നീ അയ്യോ എന്റെ ഹൃദയം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നീ ആത്മാവ് നിറയാൻ പ്രാർത്ഥിപ്പീൻ, ആത്മാവിനായി കാത്തിരിപ്പീൻ. പാറക്കകത്തു നിന്ന് ജീവജലം ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ കഠിന ഹൃദയം ആത്മാവ് മാറ്റും. ജഡത്തോടൊട്ടി നിൽക്കുന്ന നിന്റെ മനസ്സ് വ്യതിചലിക്കപ്പെടും. അവിടെ ഒരു മാംസള ഹൃദയമുണ്ടാകും. അവിടെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വിത്ത് വളരാൻ തുടങ്ങുക. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ. ഹലോ, ഇടയ്ക്ക് വന്നും പോകുന്ന പരിപാടി ആത്മാവിനില്ല കേട്ടോ. ഹലോ, നിങ്ങളിൽ എന്നേക്കും വാസം ഉറപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഹല്ലേലൂയ. ഓ, ചിലര് സ്റ്റേജിൽ കയറുമ്പോൾ ആത്മാവിലാകും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാലോ ആത്മാവ്. ചിലര് വൈകിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ ആത്മാവിലാകും. പ്രാർത്ഥന കഴിഞ്ഞാലോ ആത്മാവിൽ നിന്നിറങ്ങി. ഹലോ, പ്രാർത്ഥിക്കാൻ ചർച്ചിലേക്ക് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലർ ആത്മാവിൽ അവന്റെ റോ കത്തിക്കാൻ ഈ ഗോറോ ദീശാലാഭ വാതിൽ നിന്നവൻ ഇങ്ങനെ വരിക. ഇപ്പറെത്തി കഴിഞ്ഞു വിടുന്ന് ഇറങ്ങിയാലോ അത് ആത്മാവല്ല, മനുഷ്യാത്മാവാ. ആത്മാവ് എന്നേക്കും വസിക്കും. ഹല്ലേലൂയ. ഓ ദാ ഗാ നാ റാ റാ ദാ ഷാ ലാ ഹാ ഥാ നാ റാ ഭാ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്. ഹലോ, അപ്പൊ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചത്. ഹലോ, അപ്പൊ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ആത്മാവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കുള്ളിൽ കടന്ന ആ ജീവനില്ലാത്ത ശരീരത്തെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ജീവനാൽ നിറച്ചു. 3 ദിവസക്കാലം ജീവനില്ലാതെ കിടന്ന ജഡശരീരത്തെ ഉയർപ്പിച്ച ആ ആത്മാവ് ഇന്ന് നിന്റെ മേൽ വന്നിരിക്കുന്നു. ഇന്ന് നിന്റെ മേൽ വന്നിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട നിന്നെ ഉയർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ലോകത്തിലായിരിക്കുന്ന നിന്നെ ഉയർപ്പിന്റെ ശക്തിയാൽ നടത്തുന്നതിനു വേണ്ടി യേശുവിനെ ഉയർപ്പിച്ച് ആത്മാവ് നിന്റെ മേൽ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സ്വീകരിച്ചോ. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞോ. യേശുവിനെ ഉയർപ്പിച്ച് ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ ആത്മാവ് നമ്മുടെ ശരീരത്തെ, മർത്തൃ ശരീരത്തെ, ബലഹീനമുള്ള ശരീരത്തെ, അയ്യോ എന്റെ നാവ് പിടിവിട്ടുപോയി, പറഞ്ഞുപോയി.
ഹല്ലേലൂയ പറഞ്ഞു. അയ്യോ ഞാൻ ശപിച്ചു പോയി ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ നുണ പറഞ്ഞു പോയി, പരദൂഷണം പറഞ്ഞു പോയി, ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ ഞാൻ വെറുത്തുപോയി, ഹല്ലേലൂയ. ഈ ബലഹീനത നിറഞ്ഞ നമ്മുടെ ശരീരത്തെ തന്റെ ആത്മാവ് ജീവൻ കൊണ്ട് നിറയ്ക്കും, ജീവനിലേക്ക് നടത്തും. ഹല്ലേലൂയ. പാപത്തിൽ മരിച്ചുപോയ നിന്റെ മനസ്സ് ജീവനാൽ നിറയപ്പെടും. ചില വചനമൊക്കെ പറയുമ്പോ ഞാൻ സെമിത്തേരി പോയി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നാ സെമിത്തേരി പോയി പറയുമ്പോ എന്നാ അവിടെ കുറെ ചത്ത് കിടക്കുക, കുറെ എണ്ണം. സെമിത്തേരി പോയി പറഞ്ഞാൽ ചിലർക്ക് ചത്ത് കിടക്കുക. പക്ഷെ ദൈവത്തിന്റെ വചനം ജീവനുള്ളവരെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മർത്തൃ ശരീരങ്ങളിൽ ജീവൻ വാഴുകയാണ്. അവരുടെ മർത്തൃ ശരീരം ഉയർപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മർത്തൃ ശരീരങ്ങൾ ജീവൻ പ്രാപിച്ചു എന്നർത്ഥം. ഏത് ജീവനാ? ലോകത്തിന്റെ ജീവനല്ല, സ്വർഗീയ ജീവൻ. റോമ 8:12. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അയ്യോ, ചിലര് അനുസരിക്കുന്നത് ജഡമോഹങ്ങളെയാ. അവര് പറയാ എന്താന്നറിയില്ല, ഞാനങ്ങ് അനുസരിച്ചു പോവുക. ഒരു ഹല്ലേലൂയ. അവര് പറയുന്നത് ഞങ്ങൾ ജഡത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കാനുള്ള കടം ഞങ്ങളുടെ മേലുണ്ട്, നിർബന്ധം ഞങ്ങളുടെ മേലുണ്ട്. ശരിയല്ലേ? നമ്മൾ പലപ്പോഴും ജഡത്തിൽ വീഴുന്നത് എങ്ങനെയാ? എന്തോ ഒരു നിർബന്ധം നമ്മുടെ മേൽ വരികയാണ്. എന്തോ അത് പറയാൻ, ചെയ്യാൻ, പ്രവർത്തിക്കാനുള്ള ഒരു നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നത് പോലെയാ. നമ്മൾ അറിഞ്ഞോണം, നമ്മൾ കടക്കാരാകുന്നത് ജഡത്തിനല്ല. എന്തിനാ നമ്മുടെ ജീവിതം? എന്തിനാ ഞാൻ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ പറഞ്ഞു. ഇവിടെ കുറെ പഠിക്കാനോ, ഇവിടെ കുറെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനോ, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാനോ, വീട് വെക്കാനോ, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ബ്രദറിനെ വിളിക്കാനോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയവനാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കടം യേശുവുമായിട്ടാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് റോമ 8:12 CSB ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: അപ്പോൾ സഹോദരന്മാരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ നാം ബാധ്യസ്ഥരല്ല. യേശുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ജഡത്തിന്റെ മോഹത്തെ, ജഡത്തിന്റെ ഇഷ്ടത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള ബാധ്യതയില്ല. അപ്പൊ ഇന്നോട്ട് പറഞ്ഞു തുടങ്ങണം, എനിക്ക് ബാധ്യതയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ ബാധ്യതയില്ല. NLT ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്: നിങ്ങളുടെ പാപപ്രകൃതി നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ല. ഹലോ, നമ്മൾ ജഡത്തിൽ ജനിച്ചപ്പോൾ ഒരു പാപപ്രകൃതിയുണ്ട്. അതിനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് തന്ന് നമ്മൾ ഉയർപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഈ ബാഹ്യ മനുഷ്യൻ, ജഡമനുഷ്യൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചെയ്യാനുള്ള ഒരു ബാധ്യതയും ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഗലാത്യ 4:6. ഗലാത്യ 4:6. പലതരം എല്ലാരും പറഞ്ഞേ, പാപത്തിനനുസരിച്ച് ജീവിപ്പാൻ എനിക്കൊരു ബാധ്യതയുമില്ല. ഹല്ലേലൂയ. ഞാൻ പാപത്തിന് കടക്കാരനല്ല, യേശുവിനാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഗലാത്യ 4:6. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നമ്മൾ മക്കൾക്കാണ് ആത്മാവിനെ കൊടുക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള നമ്മൾ പാപപ്രകൃതിയാൽ ലോകത്തിലെ മനുഷ്യരായപ്പോൾ ദൈവം വചനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാക്കി തീർത്തു.
ഇനി കുഞ്ഞുങ്ങൾ, അപ്പനും മക്കളും ദൈവത്തിൻ്റെതാ കുഞ്ഞുങ്ങൾ, ലോകത്തിൻ്റെതല്ല. ജഡത്തിന് കടപ്പെട്ടവരല്ല നമ്മൾ, നാം മക്കളാണ്. അങ്ങനെ മക്കളായവർക്ക് അപ്പാ എന്ന് വിളിക്കുന്ന സ്വപുത്രനിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. യേശുവിന്റെ മേൽ വന്ന അതേ ആത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സൈമൺ ബ്രദറിൽ വന്ന ഒരു ആത്മാവ്, സാനിച്ചനി വന്ന ഒരു ആത്മാവ്, അങ്ങനെയല്ല. ഇതെല്ലാം ക്രിസ്തുവിൽ നിന്ന് വന്ന ആത്മാവാണ്. യേശുവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ യേശു പ്രവർത്തി തുടങ്ങി. യേശുവിന്റെ ആത്മാവ് വന്നപ്പോൾ യേശു സംസാരിച്ചു തുടങ്ങി. സൈമൺ ബ്രദറിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ സൈമൺ ബ്രദർ സംസാരിച്ചു തുടങ്ങി. ബെന്നിഹിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ബെന്നിഹിൻ സംസാരിച്ചു തുടങ്ങി. എസെക്കിയേലിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ എസെക്കിയേൽ സംസാരിച്ചു തുടങ്ങി. പത്രോസിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ പത്രോസ് പ്രവർത്തിച്ചു തുടങ്ങി. പൗലോസ് സംസാരിച്ചു തുടങ്ങി. പ്രൈസ് സംസാരിച്ചു തുടങ്ങി. ലൗലി സംസാരിച്ചു തുടങ്ങി. റീന പ്രവർത്തിച്ചു തുടങ്ങി. ബ്ലെസി പ്രവർത്തിച്ചു തുടങ്ങി. യേശുവിന്റെ ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്. നിങ്ങൾ എത്ര പേര് ദൈവത്തെ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്? അപ്പാ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എല്ലാരും ഒന്ന് വിളിച്ചേ, അപ്പാ. നിങ്ങളുടെ അപ്പനാണ്, നമ്മളെ ആത്മാവിൽ സൃഷ്ടിച്ച അപ്പൻ. അത് സൃഷ്ടിക്കാൻ ആത്മാവിനെ കൊടുത്ത ചിലരെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. അവർ നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാരാണ്. എന്നാൽ അവർ നിങ്ങളെ ജനിപ്പിച്ചത് ദൈവത്തിന്റെ ബീജത്താലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലുമാണ് ജനിപ്പിച്ചത്. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ. റോമക്കാർക്ക് ഇത് ലേഖനം 8:15. റോമ 8:15. റോമ 8:15. നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അത് ദാസ്യത്തിന്റെ കരച്ചിലാ കേട്ടത്. ഏതാ ഒരു കലയിൽ പറഞ്ഞേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇംഗ്ലീഷ് പറയുന്നത് ബി ക്രൈ ഔട്ട് അബ്ബാ ഫാദർ. എങ്ങനെയാ? കരയാണ് വിളി. അപ്പാ. ഒരു കുഞ്ഞ് ഒരപ്പനെ അമ്മയെ വിശക്കുമ്പോ, ദാഹിക്കുമ്പോ, ഒരു അപകടത്തിൽപ്പെടുമ്പോ, ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോ കരയുന്നത് പോലെ അപ്പാന്ന് വിളിക്കുമ്പോ, അല്ലെ? സന്തോഷിച്ചിരിക്കുമ്പോ വിളിക്കുന്നത് അത് വേറെ വിളിയാ, അല്ലെ? ആത്മീയ വിശപ്പ് അനുഭവപ്പെടുമ്പോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങണം? അപ്പനെ വിളിക്കണം. Cry out, Abba, Father, പിതാവേ. കാരണം നമുക്കുള്ളതെല്ലാം അപ്പനീന്നാണ് ഇനി വരുന്നത്, ലോകത്തീന്നല്ല. അത് ലോകത്തിൽ നിന്ന് കിട്ടുന്നത് പോലും അപ്പന്റെ കൽപ്പനയാൽ വരുന്നതാ. എത്ര പേര് കരയാൻ റെഡിയാണ്? എത്ര പേര് ദൈവത്തെ വിളിക്കാൻ റെഡിയാണ്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് പറഞ്ഞു, നെഹമ്യാവിനെ പോലെ ചിലരെ, അല്ലെ? നെഹമ്യ എന്താ കേട്ടത്? ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ നെഹമ്യ ഇരുന്ന്
കരയാൻ തുടങ്ങി. യെരൂശലേമിന്റെ ദൈവമക്കളുടെ വാതിൽ, ദൈവമക്കളുടെ സംരക്ഷണം തകർന്നു വീണിരിക്കുന്നു. ശത്രു ഇടിച്ചു കയറിയിരിക്കുന്നു. പിശാച് ചില ദൈവമക്കളെ പിടികൂടിയിരിക്കുന്നു. പിശാച് അവന്റെ മേലുള്ള ആ മതിലിടിഞ്ഞ് അവൻ അകത്തു കയറിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നെഹമ്യ ഒരു ദൈവ പൈതൽ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പോയി എന്നാണോ? ദിവസങ്ങളോളം അവൻ വിലപിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നെഹമ്യാവിനെ പോലെ എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നെഹമ്യാവിനെ കണ്ടെത്തണം, അതെടുത്ത് വായിക്കണം. ദൈവസന്നിധിയിൽ തകർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പിതാവേ, ജനത്തിനു വേണ്ടി കരയുവാൻ, രാജ്യത്തിനു വേണ്ടി കരയുവാൻ, ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് വേണ്ടി കരയുവാൻ. യേശുവിൽ ആയിരിക്കുന്ന അനേകർ ഇന്നും ജഡികരായിട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്രിസ്തുവിനെ കൈക്കൊണ്ടെന്ന് പറയുന്ന അനേകം പേരും ഇപ്പോഴും ജഡത്തിലാ ജീവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർത്ത് വേദനിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർത്ത് കരയുന്നു. ആത്മാവിനോട് ചേർന്ന് കരയുവാനാണ് നെഹമ്യാവിന്റെ വിളി. അതായത് ആദ്യം പ്രാർത്ഥനയാണ് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി. അതിനുശേഷമാണ് കരഞ്ഞവനെയാണ് ദൈവം മതില് പണിക്ക് ഉപയോഗിച്ചത്. ഹലോ, മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി നിലവിളിച്ചവനെ ദിവസങ്ങളോളം, നീ ദിവസങ്ങളോളം ഇപ്പൊ നിലവിളിക്കുമായിരിക്കും. നിലവിളിക്കുന്നെങ്കിൽ നിന്നെ പണിയാൻ തെരഞ്ഞെടുക്കും. നിലവിളിക്കുന്നെങ്കിൽ നിന്നെ പണിക്കുള്ള ആയുധം നിനക്ക് തരും. വാളരയിൽ ധരിച്ചുകൊണ്ടാണ് മതിലിന്റെ പണി നടക്കുന്നത്. ഹല്ലേലൂയ. പണി നടക്കുമ്പോൾ ചിലർ കുന്തം പിടിച്ച് കാവൽ നിന്നു. ഹല്ലേലൂയ. ഈ പണിക്ക് മുമ്പേ പ്രാർത്ഥന വേണം കേട്ടോ. സഭയ്ക്ക് വേണ്ടി, കൂട്ടായ്മകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, അല്ലെ, അധികാരികൾക്ക് വേണ്ടി, പിണറായിക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി, കമലയ്ക്കും ട്രംപിനും വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ കരയാൻ തുടങ്ങണം. ആ കണ്ണുനീരിന്റെ ഒരു അഭിഷേകം ദൈവത്തിന്റെ പ്രവൃത്തി വേലയ്ക്ക് വിളിച്ചവരുടെ അടയാളമാണ്. അവർ കരയുന്നവരായിരിക്കും. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരായിരിക്കും. അവർ കരയുന്നത് പ്രതിസന്ധിയെ നോക്കിയല്ല, അപ്പാ എന്ന് വിളിച്ച കരയുക. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് അവർ കരയാൻ തുടങ്ങും. അങ്ങനെ കരയുന്നവരെയാണ് ദൈവം തന്റെ പണി ചെയ്യിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ റോമൻ 8:15 വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16 നാം ദൈവത്തിന്റെ മക്കൾ എന്ന്, നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് നമ്മോട് ഇങ്ങനെ പറയുകയാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, അങ്ങനെ ചെയ്യരുത്. നീ ദൈവത്തിന്റെ പൈതലാണ്, അപ്രകാരം പോകണ്ട. നീ ദൈവത്തിന്റെ പൈതലാണ്, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. നീ ദൈവത്തിന്റെ പൈതലാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നീ ദൈവത്തിന്റെ പൈതലാണ്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവേ. നീ ദൈവത്തിന്റെ പൈതലാണ്, താഴ്ചയിലേക്ക് പോകരുത്. മർക്കോസ് 16:3 ആരെ കല്ലുരുട്ടി മാറ്റും?
കല്ലറയുടെ വാതിക്കൽ നിന്നു നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ആരാണ് എന്റെ ഈ പ്രശ്നത്തെ ഒന്ന് ഉരുട്ടിക്കളയുക? ആരാണ് സഭയിൽ ഉണർവില്ലാത്ത ഈ കല്ലിനെ ഉരുട്ടിക്കളയുക? ആരാണ് വിശ്വാസിയുടെ ജീവിതത്തിലുള്ള കല്ല് ഉരുട്ടിക്കളയുക? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, ഒരു നല്ല ഉണർവിന്റെ ശുശ്രൂഷ വന്നെങ്കിൽ ചില കല്ലൊക്കെ ഉരുട്ടായിരുന്നു. ആഫ്രിക്കയിലുള്ള ജോഷുവ വന്നിരുന്നെങ്കിൽ കല്ലുരുട്ടായിരുന്നു. പക്ഷെ പുള്ളി മരിച്ചു പോയല്ലോ. ഹല്ലേലൂയ പറഞ്ഞേ. ആ കാതറിൻ കുൾമാൻ വന്നിരുന്നെങ്കിൽ കല്ലൊന്ന് ഉരുട്ടി മാറ്റായിരുന്നു. അത് ആ കാതറിൻ കുൾമാൻ കേട്ടിട്ടുണ്ടോ? കാതറിൻ കുൾമാൻ അതിശക്തയായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ഒരു സ്ത്രീയാണ്. അതുപോലെ ഉപയോഗിക്കപ്പെട്ട ഒരു സ്ത്രീകൾ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും. അവരുടെ ശുശ്രൂഷ വെളുപ്പിന് ആരംഭിക്കും. 7 മണി 7:30 ശുശ്രൂഷ തുടങ്ങുമെന്ന് പറഞ്ഞാൽ 4 മണി തൊട്ട് ഗേറ്റ് തുറക്കിയാൽ ഗേറ്റിന് പുറത്ത് ആൾക്കാർ വന്ന് നിൽക്കും. ഗേറ്റ് തുറക്കുമ്പോൾ ഓടിക്കേറും. 7 മണിക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 6:30 ആവുമ്പോ ഗേറ്റ് തുറക്കും, 7 മണിക്ക് ക്ലോസ് ചെയ്യും. കയറേണ്ടവരെല്ലാം അതിനു മുമ്പ് എത്തിയിരിക്കും. കാതറിൻ കുൾമാൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു വരുമ്പോൾ ജനമറിയും. ശാന്തമായിരിക്കുന്ന ജനം പ്രവചിക്കാൻ തുടങ്ങും. പിശാച് ഇളകാൻ തുടങ്ങും. അപ്പൊ അവർക്കറിയാം കാതറിൻ കുൾമാൻ വാതിൽ തുറന്നു വന്നു തുടങ്ങി. ഹല്ലേലൂയ. അവർ കാണുന്നത് ദൈവം വരുന്നത് പോലെയാണ്. ആ അളവെത്രത്തോളം വന്നു നോക്കിക്കേ. കംപ്ലീറ്റ്ലി ക്രൂശിൽ തറയ്ക്കപ്പെട്ട്, പഴയ മനുഷ്യൻ തറയ്ക്കപ്പെട്ട് പുതിയ മനുഷ്യനാൽ നിറഞ്ഞ്, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എങ്ങനെ വരുന്നു അതുപോലെ. ചില ദിവസങ്ങളിൽ പ്രസംഗമൊന്നുമില്ല, കയറി സ്റ്റേജിൽ നിൽക്കുകയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വീൽ ചെയറിൽ കിടക്കുന്നവർ ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. എടുത്തോണ്ട് വന്നവർ കുതിറി തെറിച്ച് ദൂരേക്ക് പോകാൻ തുടങ്ങും. പിശാചിന്റെ ബാധകൾ അടിയാൻ തുടങ്ങും. ജനങ്ങൾ മുട്ടിമേൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച് കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങും. ഒരു വാക്കോ 2 വാക്കോക്കെയാ ചിലപ്പോ പ്രസംഗിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഓ, ബെന്നിഹിന്നെ കാണണമെങ്കിൽ അങ്ങ് വരെ പോകണം. എന്നാ പിന്നെ ഇപ്പൊ സൈമൺ ബ്രദർ നോക്കിക്കളയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. സക്കിയ ഫ്രാൻസിനെ ഒന്ന് നോക്കിക്കളയാം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളിൽ പലരും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ ജീവിക്കാനാണോ? നമ്മളിൽ പലരും ക്രിസ്തുവിനെ കൈക്കൊണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മളിൽ പലരും കൈക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? ഓ, വീട്ടിലെ പ്രശ്നമൊന്നും മാറിക്കിടണം, സാമ്പത്തിക പ്രശ്നമൊന്നും മാറിക്കിടണം, വിദ്യാഭ്യാസം ഒന്ന് ക്ലിയർ ആകണം, കല്യാണം ഒന്ന് കഴിയണം, ജോലി ലഭിക്കണം, വീടൊന്ന് വെക്കണം, കടബാധ്യതയൊന്നും മാറണം. എന്തിനാണ് ദൈവവൈതലേ നീ യേശുവിനെ സ്വീകരിച്ചത്? 1 കൊരിന്ത്യർ 15:19, 1 കൊരിന്ത്യർ 15:19, 1 കൊരിന്ത്യർ 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. വായിച്ചേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ മാത്രം ഇവിടത്തെ ജീവിതത്തിനു വേണ്ടി യേശുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ, യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരാണെങ്കിൽ, ഈ ഭൂമിയിലെ ബാക്കി മനുഷ്യരെല്ലാം നിന്നേക്കാളും മുകളിലാ. ഈ ഭൂമിയിലുള്ള മറ്റു ജാതികൾ നിന്നേക്കാളും മുകളിലാ. അവരെക്കാളും അരിഷ്ടയാണ് നീ, അരിഷ്ടനാണ്. നിന്റെ പ്രത്യാശ എന്താണ്? നീ ക്രിസ്തുവിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ എന്താണ്? ഇവിടത്തെ കാര്യത്തിലാണോ? എന്നെ കർത്താവ് ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. നീ സ്വർഗത്തിലെ മനുഷ്യനാ.
നിന്റെ ഭക്തിക്കും നിന്റെ ജീവിതത്തിനും വേണ്ടതല്ല അവന്റെ ദിവ്യശക്തി നിന്റെ മേൽ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇല്ല, കൃത്യസമയത്ത് പ്രദാനം ചെയ്യും. നീ എന്തിനാണ് യേശുവിന്റെ അടുക്കലേക്ക് വന്നത്? നീ എന്തിനാണ് പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുന്നത്? നീ എന്തിനാണ് ആ ബ്രദറിനെ വിളിക്കുന്നത്? അരിഷ്ടനായി ജീവിക്കുവാനോ? അരിഷ്ടന്മാരായ ക്രിസ്ത്യാനികൾ, നിർഭാഗ്യവന്മാരായ ക്രിസ്ത്യാനികൾ, ആവശ്യത്തിനു വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നവർ, ആവശ്യത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോകുന്നവർ. യോഹന്നാൻ 6 ഒരു കൂട്ടം ജനം തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട യേശു മലയിൽ നിന്ന് അവരെ നോക്കി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് തിന്നാൻ നമ്മൾ എവിടുന്ന് അപ്പം? അവരുടെ വരവ് കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവർ ജഡത്തിൽ അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവർ ഈ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനാ വരുന്നത്. അതിന്റെ ഒരു പ്രവചനം കിട്ടാൻ വേണ്ടിയാ വിളിക്കുന്നത്. അതൊന്ന് പറയാൻ വേണ്ടിയാ വരുന്നത്. പ്രവചനം ദൈവാത്മാവ് തീരെ താഴെ കിടക്കുന്ന ഒരുവന് ചിലപ്പോ കൊടുക്കും. പക്ഷെ നീ ഇപ്പോഴും നിന്റെ ജീവിതത്തിന്റെ പ്രവചനത്തിന് വേണ്ടിയാണോ നീ ശുശ്രൂഷയ്ക്ക് പോകുന്നത്, കാണാൻ പോകുന്നത്, വിളിക്കാൻ പോകുന്നത്? സൈമൺ ബ്രദറിനെ വിളിക്കുന്നത് നീ ഏറ്റവും വലിയ അരിഷ്ടനാണെന്നാ വചനം പറയുന്നത്. ഈ ലോക ജീവിതത്തില് ഞങ്ങൾക്ക് അതില്ല, ഇതില്ല, ഇതില്ല. അരിഷ്ടനായ ക്രിസ്ത്യാനി, ജാതികളെക്കാൾ കഷ്ടമായവൻ. തുടക്കത്തിലൊക്കെ വന്നിട്ട് നിനക്ക് നെഞ്ചുവേനയാ ചങ്കുവേനയാ പ്രാർത്ഥിച്ചു, അത് മാറി. ഓക്കെ, പിന്നെയും പിന്നെയും നിന്റെ ചങ്കിന് വേണ്ടിയാണ് നീ നടക്കുന്നത്. അടിച്ചു പോട്ടടേ. ഹല്ലേലൂയ പറഞ്ഞു. സ്വർഗ്ഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. അതെങ്ങനെയാ? പ്രത്യാശ ഭൂമിയിലാണല്ലോ. അതുകൊണ്ടാ മരണം എന്ന് പറയുമ്പോ പേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഈ ലോക ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞുങ്ങൾ കർത്താവിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവർ ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്റെ പങ്കാളി ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ അറിയുമ്പോ അവന്റെ കാര്യം ഓക്കെ ആകും. അറിയാതെ ഓക്കെ ആയിട്ട് എന്നാന്നേ കാര്യം? എന്നാ കാര്യം സാധിച്ച? യവനൊന്നും അറിയുന്നില്ല. പിന്നെ അവന് ജോലി കിട്ടിയിട്ട് എന്നാ കാര്യം? കടം മാറിയിട്ട് എന്നാ കാര്യം? അവന് യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ വഴിയിലൂടെ നടക്കട്ടെ. അത് ഓട്ടോമാറ്റിക്കൽ മാറുമല്ലോ. വേണ്ടത് നൽകപ്പെടുമല്ലോ. ഹല്ലേലൂയ. ഫിലിപ്പി 2:21. 21 വായിക്കുക. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. എല്ലാവരും അന്വേഷിക്കുന്ന ഏതാ? സ്വന്തം കാര്യം അല്ലാണ്ട് പിന്നെ വേറെ എല്ലാവരുടെ കാര്യം നോക്കാനാ? ക്രിസ്ത്യാനിയാ, സ്വന്തം കാര്യ, എന്റെ കാര്യം. എടാ, നിന്നോട് ഉന്നതത്തിലെ കാര്യം അന്വേഷിക്കാനാ പറഞ്ഞത്, നിന്റെ കാര്യമല്ല. അതോ നിന്റെ കാര്യമെല്ലാം വിട്ടോളാൻ. ഗീത പറഞ്ഞ എനിക്ക് അത്രയൊന്നും ഇല്ലപ്പോ, അതെല്ലാം ഒരാളെപ്പോടെ ബുദ്ധിമുട്ടാണ്. നിന്റെ കാര്യം വിട്ടേക്കാൻ. എന്നിട്ട് ആരുടെ കാര്യം? ക്രിസ്തുവിന്റെ കാര്യം. For all seek their own, not the things which are Jesus Christ. എല്ലാവരും അന്വേഷിക്കുന്നത് അവരുടെ കാര്യങ്ങളാ. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ എന്റെ കാര്യം, എന്റെ കാര്യം, എന്റെ മോളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, വീടിന്റെ കാര്യം, ആ കടബാധ്യതയുടെ കാര്യം, ആ തിരിച്ചു കൊടുക്കേണ്ട കാര്യം, ആ കാര്യം, ഈ കാര്യം. കർത്താവേ തരണമേ. ആഴ്ച ശുശ്രൂഷ പ്രാർത്ഥിച്ചു, കർത്താവ് വേണ്ടതെല്ലാം തന്നു, തിരിച്ചുപോയി. നെക്സ്റ്റ് ആഴ്ച വീണ്ടും കർത്താവേ തരണമേ. അടുത്ത ഭൂതാപത്തി ആഴ്ച കർത്താവേ അത് ഇതുവരെ ക്ലിയർ ആയില്ല, തരണേ.
എടാ, എന്നാ നീ ഇത് വിട്ടിട്ട് കർത്താവേ നിന്റെ ഹിതം എന്താ എന്നോട് പറയൂ. കർത്താവേ എന്റെ കുഞ്ഞുങ്ങളുടെ ഹിതം എന്താ നീ പറയൂ. കർത്താവേ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്താണെന്നെ അറിയിക്കൂ. കർത്താവേ സഭയിൽ എന്റെ ശുശ്രൂഷ എന്താണ് എന്നെ അറിയിക്കണമേ. ഞാൻ ആഴ്ച പറഞ്ഞ പോലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, സഭയിൽ നമുക്ക് വിളിയുണ്ട്. ആ വിളി അറിയുന്നതിന് മുമ്പ് സഹായത്തിന്റെ വിളിയാണ്. ഒന്ന് വന്നു കയറിയ ഉടനെ ഞാൻ ഒരാളോട് പറഞ്ഞ് അതൊന്ന് വിരിച്ചിട്ടോളാൻ പറഞ്ഞു. അയാൾ ആ കസേര എടുക്കുമ്പോഴത്തേക്ക് ഇരിക്കാൻ നോക്കുന്നു. സഹായത്തിന്റെ വിളി സഹായിച്ചോളാൻ ഞാൻ ഏൽപ്പിച്ചതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതിന് സഭയിൽ സഹായിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയാലാണ് ചെയ്യാൻ തുടങ്ങുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ടാണ് സെക്കൻഡ് ശനിയാഴ്ച 10 മണിയാകുമ്പോഴേക്ക് സഹായികൾ അവിടെ എത്തണമെന്ന് പറഞ്ഞാലും എന്നിട്ട് ശുശ്രൂഷ നയിക്കേണ്ട അപ്പസ്തോലൻ വന്നിട്ട് വേണം കസേര ഇന്നു വിടാൻ. അന്നേരം സ്വന്തം കാര്യം ഏതാ? രാവിലെ എണീക്കാൻ താമസിച്ചു പോയി. ആരുടെ കാര്യം? കർത്താവിന്റെ കാര്യമാണോ? സ്വന്തം കാര്യമാണ്. പുട്ടറിന്റെ താമസിച്ചു. പുട്ടൊന്നും ഇന്നണ്ട, വന്നിട്ട് നിന്നാ മതി. അതിന് ഒരു 50 രൂപ താഴത്തെ ഹോട്ടലിൽ കൊടുത്തോ, കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ പറഞ്ഞേ. വിളി മനസ്സിലായോ? ഇല്ല. എന്നാ സഹായം ചെയ്യാൻ പറഞ്ഞ അതും ഇല്ല. ഒരു ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളും അവരുടെ വിളികൾ അറിയണം. വിളി അറിയുന്നതിന് മുമ്പ് അവർ സഹായികളുടെ ശുശ്രൂഷയാണ്. ഏലിയായുടെ ബാഗ് ചുമക്കലായിരുന്നു ആരുടെ ജോലി? ഏലീശയുടെ. ദൈവം അവനെ ആ വിളി കൊടുക്കുന്നതിന് മുമ്പ് ഏൽപ്പിച്ച ജോലി അതാ. ഇവിടുന്ന് അവിടെ എത്തുമ്പോ തന്നെ അവിടെ ഉണ്ടാകണം ചില സഹായികള്. ഡിക്കി തുറക്കുമ്പോ അതിന്റെ അന്ന് സൗണ്ട് സിസ്റ്റം എടുക്കാൻ. ഞാൻ ആ ഹാളിലേക്ക് വരാൻ പാടില്ല. ശരിക്കും ഞാൻ കേറേണ്ട സമയത്തല്ലാണ്ട് ആ ഹാളിൽ വരാൻ പാടില്ലാത്തതാ. പക്ഷെ നിർഭാഗ്യവശാൽ ആദ്യം വന്ന് കസേര ഇടണം. എന്നിട്ട് ഞാൻ വിളിക്കണം, എവിടെ എത്തി, ഞാനിത് ഇപ്പൊ പുറപ്പെടുന്നു, വരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി അതുണ്ടാകരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. കർത്താവ് എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നത്. കർത്താവിന്റെ കാര്യം നോക്കാൻ ആളില്ലല്ലോ. കർത്താവിന്റെ കാര്യം ക്രമീകരിക്കാൻ, കർത്താവിന്റെ കാര്യം ചെയ്യാൻ. ചെയ്യുന്നില്ലെന്നല്ല കേട്ടോ, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. ഞാൻ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചില കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉത്തേജനം തരുവാണെങ്കിൽ തരട്ടെ. കർത്താവിന് കൊടുത്താ പിന്നെ നിങ്ങളെല്ലാം കർത്താവിന് കൊടുത്തു കേട്ടോ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പൊസിഷൻ എല്ലാം കർത്താവിൻ്റെതാ. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം മാത്രമേ എല്ലാവരും നോക്കുന്നു. ഹല്ലേലൂയ. ആരും നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. നിങ്ങൾ കർത്താവിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കല്ലൊക്കെ ഉരുട്ടിക്കോളും. നിങ്ങളെ സേവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൂതന്മാർ അത് കൈകാര്യം ചെയ്യും. അകത്തു വല്ല ഉയർപ്പിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കും. ഈ വചനത്തിൽ നേരെ നിങ്ങളോട് ഇനിയും പറയാനുണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ ബ്രേക്ക് ഇടുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം ഉന്നതത്തിൽ വെക്കണം കേട്ടോ. നിങ്ങളുടെ ഹൃദയം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ
നിക്ഷേപം. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിൽ വെക്കുക, കർത്താവിന്റെ അടുക്കൽ വെക്കുക. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതിരിക്കുക, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതിരിക്കുക. കർത്താവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ ഒരു കുട്ടി ദൈവമാണ്. നിന്നെ കണ്ടാൽ ദൈവത്തെ പോലെ തന്നെയാണ്. ദൈവത്തിന്റെ ശക്തിയും സ്വഭാവവുമാണ് നിന്നിലൂടെ ഒഴുകുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവർ അവനോടൊപ്പം പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ജീസസ്. എഴുന്നേറ്റു. ഏതാ വാക്യം അത്? യോഹന്നാൻ 10:35 വായിച്ചേ. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. ഹല്ലേലൂയ. ഈ വചനം ആര് തിരിച്ചറിയുന്നോ അവരാണ് ദൈവമക്കൾ. അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മളല്ല കേട്ടോ, നമ്മള് ക്രിസ്തുവുമായി ഒന്നിച്ചു ചേരും. പിന്നെ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ ശരീരം, നമ്മുടെ മൈൻഡ്, അല്ലെ, നമ്മുടെ നാവ്, നമ്മളെ ആവശ്യമുണ്ട്. നമ്മളും ദൈവവും കൂടെ ചേർന്ന ഇവിടെ ഈ ശുശ്രൂഷ നടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം 5% ഞാനും 95% കർത്താവും. ആദ്യം 50% ഞാനും 50% കർത്താവും. പിന്നെ 60% ഞാനും, അല്ല 60% കർത്താവും 40%. പിന്നെ മേലോട്ട് കയറി വരുമ്പോ 98% കർത്താവും 2% ഞാനും. വീണ്ടും മുന്നോട്ട് കൃപയിൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോ 99% കർത്താവ്. പിന്നെയോ 100% കർത്താവിലേക്ക് ആകുന്നതോട് കൂടെ. പിന്നെ ഇവിടെ അധികം ഉണ്ടായില്ല. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ യേശുവേ, ആരാധന 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 ആരാധന.